ഓം ശതധാരമുത്സമക്ഷീയമാണം വിഭസ്വിതം പിതരം വക്വാനം മേളീം മദന്തം പിത്രോരുപസ്ഥേതം രോദസി പിഭൃതം സത്യവാചം. ഓം ഗും ഗുരുഭ്യോ നമഃ. അരുണകിരണജാലൈരഞ്ജിതാശാവകാശാ വിധൃതജപപടീകാ പുസ്തകാ വേദഹസ്താം ഇതരവരകരാഢ്യാ ഭുല്ലകൽഹാരസംസ്ഥാം നിവസതുഹൃദി ബാലാ നിത്യകല്യാണശീലാം. മൂലേ കൽപദ്രുമസ്യ ദ്രുതകനകനിഭം ചാരുപത്മാസനസ്ഥം വാമാംഗാരൂഢാ ഗൗരീ നിബിഡകുജഭരാ ഭോഗഗാഢോപഗൂഢം നാനാലങ്കാരയുക്തം മൃഗപരശുവരാഭീതിഹസ്തം ത്രിനേത്രം വന്ദേ ബാലേന്ദുമൗലിം ഗജവദനാ ഗുഹാസൃഷ്ടപാർശ്വം മഹേശം. മൂലാധാരസരോരുഹത്തിലഹിരാട്ടാകുന്ന പൂമെത്തമേൽ കാലേ മോഹസുഷുപ്തി നീങ്ങി ഉണർന്നെണിറ്റുന്മേഷഭാവത്തോടെ ചാലേരേചകപൂരകാങ്കുലികളിൽ മീട്ടി സുഷുമ്നാഖ്യയാം ലീലാവീണയിൽ യോഗരാഗവിലയം വായിക്കും അമ്മേ തൊഴാം. ധന്യം സദ്ഗുരുനാഥാ ശരണം, പൊന്നുഗുരുവായൂരപ്പാ ശരണം, അമ്മേ മൂകാംബികേ ശരണം. രാധികാ ജീവനസ്മരണം. ജയ ജയ രാധേശ്യ. ലളിതാ സഹസ്രനാമം എന്നുള്ളതാണ് പ്രതിപാദ്യ വിഷയം. 7:30 വരെയാണ് സമയമുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കറിയാം എത്രത്തോളം ബൃഹത്തായ ഒരു വിഷയത്തെ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നുള്ളത് ഒരുപക്ഷെ അമ്മ നമ്മളെ ഓർമ്മിപ്പിക്കാനായിരിക്കണം ഇങ്ങനെ മഹാദേവൻ്റെ മുൻപിൽ വെച്ചിട്ട് ഇങ്ങനൊരു വിഷയം യഥാർത്ഥത്തിൽ ആവിർഭൂതമായത്. കാരണം ഈ കാര്യങ്ങളൊക്കെ ഈ ഭക്തി സാമ്രാജ്യത്തിൻ്റെ അധിപനായിട്ടുള്ള ഭഗവാൻ ഗുരുവായൂരപ്പനാണ് അതെല്ലാം തീരുമാനിക്കുക. അത് ഒരു കാര്യമുള്ള എന്താ വെച്ചാൽ ഗുരുവായൂരപ്പൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാണ് എന്ന് ചിലരൊക്കെ ചോദിക്കാറുണ്ട്. ഗുരുവായൂരപ്പൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ ഇവിടെ ഇരിക്കുന്ന പെരുന്തട്ടയിലെ മഹാദേവൻ തന്നെയാണ്. അതെങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുകയെന്ന് ചിലപ്പോൾ ഒരു സംശയം വരാം. കാരണം ഗുരുവായൂരപ്പനാണ് ലോകം കണ്ട ഏറ്റവും വലിയ ശൈവൻ എന്നാണ് പറയുക. ശൈവ സിദ്ധാന്തത്തിൻ്റെ ഏറ്റവും വലിയ പ്രയോക്താവ് ഗുരുവായൂരപ്പനാണെന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മകന് പേരിട്ടപ്പം സാമ്പൻ എന്നാണ് പേരിട്ടത്. അപ്പോൾ നമുക്ക് മക്കൾക്ക് പേരിടുന്ന സമയത്ത് വളരെ പ്രിയമായിട്ടുള്ള പേരാണല്ലോ ഇവിടെ. അപ്പോൾ കൃഷ്ണൻ തനിക്ക് മകനുണ്ടായ സമയത്ത് വേറെ എന്തെല്ലാം പേരുണ്ടായിരുന്നു, ദാമോദരൻ എന്നൊക്കെ ഇട്ടുണ്ടായിരുന്നു. പക്ഷെ ഇട്ടതെന്താ, സാമ്പൻ എന്നാ പേര് കൊടുത്തത്. മാത്രമല്ല പാണ്ഡ്യരാജാവുമായിട്ട് പാണ്ഡ്യരാജ്യമൊക്കെ ആയിട്ട് ഗുരുവായൂരപ്പന് ബന്ധമുണ്ടായിരുന്നു. സംഘകാല കൃതികളിൽ കാണാം. ഹാലാസ്യനാഥനായിട്ടുള്ള ആ സുന്ദരേശ്വരൻ ആയിട്ടുള്ള ഭഗവാനുമായിട്ട് ഗുരുവായൂരപ്പന് ബന്ധമുണ്ടെന്നും പാണ്ഡ്യരാജാക്കന്മാരാണ് ഗുരുവായൂർ ക്ഷേത്രം പണി കഴിപ്പിച്ചത് എന്നും സംഘകാല കൃതികളിൽ നമുക്ക്
കാണാൻ സാധിക്കും. അപ്പം ഇത് വലിയൊരു രസമുള്ള ഒരു അനുഭവമാണ്. അതായത് ഗുരുവായൂർ വന്നിരുന്നും കൊണ്ട് ഗുരുവായൂരപ്പൻ്റെ തൊട്ടടുത്തിരിക്കുന്ന പെരുന്തട്ട മഹാദേവൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് അമ്മയെക്കുറിച്ച് പറയുക. അതൊരു വലിയ രസകരമായ അല്ലെങ്കിൽ ഒരു ചിന്തോദീപകമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഗുരുവായൂരപ്പൻ ഏറ്റവും ഇഷ്ടം മഹാദേവനെയാണ്. മഹാദേവന് പ്രാണനാണ് സാക്ഷാൽ അംബിക. അപ്പം ഇതിപ്പോൾ ആരോടൊക്കെ ഉള്ള ഇഷ്ടമാണ് ഇപ്പം നമ്മൾ പറയേണ്ടത്, കേൾക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ ഒരനുഭൂതി യഥാർത്ഥത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ്. മാത്രമല്ല ഗുരുവായൂർ പണ്ട് വയോവൃദ്ധന്മാരായിട്ടുള്ള ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഗുരുവായൂരപ്പനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആ ശില അതന്നെ വല്ലാത്തൊരു ശിലയാണ്. പാതാളാഞ്ജന ശില എന്നാണ് അത്ര അതിന് പറയുക. കാരണം ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം യഥാർത്ഥത്തിൽ എന്താ ഈ പാതാളാഞ്ജന ശില എന്ന് പറഞ്ഞാൽ? പാതാളാഞ്ജന ശില എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള ശിലയല്ല, അത് ഉൽക്കകൾ ഘർഷണം കൊണ്ട് കത്തിത്തീരാതെ താഴേക്ക് പതിക്കുന്ന സമയത്ത് അതിൻ്റെ കത്തിത്തീരാത്ത ഭാഗങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള അപൂർവങ്ങളായിട്ടുള്ള ശിലയാണ് പാതാളാഞ്ജന ശില എന്നാണ് പറയുക. അങ്ങനെ ചില പ്രത്യേകതകളുണ്ട്. അത് ഭഗവാൻ വസുദേവർ പൂജിച്ച വിഗ്രഹം എന്നാണ് പറയുക. അതായത് ഭഗവാന്റെ അച്ഛൻ തന്നെ അന്ന് പൂജിച്ച വിഗ്രഹമാണ്. അങ്ങനെ കുറേ വിഗ്രഹങ്ങൾ ഉണ്ട്, കേരളത്തിലൊക്കെ ഉണ്ട്. ഗുരുവായൂരപ്പൻ അറിഞ്ഞുകൊടുത്ത ചില വിഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ രുക്മിണി സ്വയംവരം കഴിഞ്ഞ സമയത്ത് രുക്മിണി ദേവിക്ക് ഒരാഗ്രഹം ഉണ്ടായി എന്നാണ്. എന്താ ആഗ്രഹം വെച്ചാൽ ഈ കുന്തി ദേവിക്കൊക്കെ ഭഗവാൻ കാണിച്ചു കൊടുത്ത ഒരു രഹസ്യഭാവം ഉണ്ട് അത്ര. അതിന് വലിയ അർത്ഥതലങ്ങൾ കുന്തി സ്തുതിയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. യാതേത് ശാസ്ത്രുകലിലഞ്ജന സംഭ്രമാക്ഷം വക്രം നിനീയ ഭയഭാവനയാസ്ഥിതസ്യ സാമാം വിമോഹയതി ഭീയഭിയദ്ഭിഭേദി എന്ന് പറഞ്ഞിട്ട് ഒരു ശ്ലോകം അവസാനിപ്പിക്കുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട്, അതായത് ഭഗവാൻ ഈ ഗോപ്യാദതേ ത്വയി കൃതാഗസി ദാമ താവത് യാതേത് ശാസ്ത്രുകലിലഞ്ജന സംഭ്രമാക്ഷം. അതായത് ഭഗവാനെ ഒരൽമൽ കെട്ടിയ സമയത്ത് ഭഗവാൻ കരഞ്ഞുകൊണ്ട് കണ്ണുനീർ വാർത്തുകൊണ്ട് കൺമഷി പടർത്തി കവിളിണകളിലൂടെ ആ കിനിഞ്ഞിറങ്ങിയ കണ്ണുനീർ വാർത്തുകൊണ്ട് പ്രപഞ്ചാധിപനായ ഭക്തി സാമ്രാജ്യാധിപനായ ഗുരുവായൂരപ്പൻ ആ മരങ്ങൾക്കിടയിലൂടെ പോയ സമയത്ത് അവിടുന്ന് കാണിച്ചിട്ടുള്ള ആ വല്ലാത്തൊരു ഭാവം, അതിപ്പോൾ കോപാക്രാന്തതയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയില്ല. കാരണം എന്താ വെച്ചാൽ തൈര് ഉടയ്ക്കുന്നതിൻ്റെ പ്രാളം ഉണ്ടായിരുന്നല്ലോ തൊട്ടു മുമ്പ്. അതാണ് നാരായണീയത്തിൽ 47-ാം ദശകത്തിൽ ഭട്ടതിരിപ്പാട് പാടി വെച്ചത് അല്ലേ. വളരെ മനോഹരമായിട്ടുള്ള ദശകമാണ്. അതിൽ പറയുന്നുണ്ട്, സാമിപീതരസഭംഗ സങ്കത ക്രോധഭാര പരിഭൂത ചേതസാ മന്തദണ്ഡഗൃഹ്യപാഠിതം ഹന്തദേവദതി ഭാജനം ത്വയാ. വലിയ പ്രയോഗമാണ് ഭട്ടതിരിയുടെ. സാമിപീതരസഭംഗ സങ്കത ക്രോധഭാര പരിഭൂത ചേതസാ മന്ദദണ്ഡ. മന്ദദണ്ഡം എന്ന് പറഞ്ഞാൽ എന്താ? മത്തെടുത്തിട്ട് ആ കടകോലെടുത്തിട്ട് പെട്ടച്ചു എന്നാണ്. ആ കലം പൊട്ടിച്ചു. അപ്പം കോപാക്രാന്തതയും ദൈന്യതയും ഒക്കെ കൂടെ ഒരു മിശ്രഭാവത്തിൽ നിൽക്കുന്ന ആ ഭഗവാന്റെ പ്രത്യേകമായിട്ടുള്ളൊരു ഭാവമുണ്ട് അത്ര. അപ്പം അത് കുന്തിദേവിക്കൊക്കെ സ്വപ്നത്തിൽ കാണാൻ പറ്റിയെന്നാണ്. അപ്പം രുക്മിണി ദേവി ഭഗവാനോട് പറഞ്ഞു എന്നാണ്, എനിക്ക് അങ്ങ് ആ ഭാവം ഒന്ന് കാണിച്ചു തരണം എന്ന്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, എന്താ രുക്മിണി പറയണേ, ഞാനിപ്പോഴത്തെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇത്ര വലിയ ആളായില്ലേ, അത് അന്നത്തെ സമയത്ത് ഉണ്ടായ ഒരു ഒന്നും പറഞ്ഞാൽ പറ്റില്ല, അത് കാണിച്ചു തന്നെ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ പൊടുന്നനെ ആ ഭാവം കാണിച്ചപ്പോഴേക്ക് രുക്മിണി ദേവി മോഹാലസ്യപ്പെട്ടു പോയി എന്നാണ്. അപ്പം രുക്മിണി ദേവി ഭഗവാനോട് പറഞ്ഞു, ഇത്ര ഇതുപോലെ ഈ ഭാവത്തോട് കൂടിയിട്ടുള്ള കൊടകോലൊക്കെ എടുത്ത് നിൽക്കണ ഭാവത്തോട് കൂടിയിട്ടുള്ളൊരു വിഗ്രഹം എനിക്ക് നിത്യം പൂജിക്കാൻ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ ഉണ്ടാക്കി കൊടുത്തു. ആ വിഗ്രഹമാണ് ഉടുപ്പി കൃഷ്ണൻ്റെ വിഗ്രഹം. ഉടുപ്പിയിലിരിക്കും. അതാണ് ഉടുപ്പി കൃഷ്ണൻ. എത്ര ഉടുത്ത് കെട്ടിയാലും മതിയാവാതെ കുറുമ്പ് കാട്ടി നിൽക്കുന്ന ഉടുപ്പി വിഗ്രഹം അതാണ്. സാത്യകി പൂജിച്ച വിഗ്രഹമാണ്
തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിലിരിക്കണത്. അതുപോലെ സത്യഭാമ പൂജിച്ച വിഗ്രഹമാണ് കണ്ണൂർ കടലായി ക്ഷേത്രത്തിലിരിക്കുന്നത്. അങ്ങനെയൊക്കെ ധാരാളം കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പം എന്തായാലും ശരി, പാതാളാഞ്ജനശില ഇവിടെ പ്രതിഷ്ഠിക്കുന്ന സമയത്തിന് മുൻപ് ഇവിടെ ഉണ്ടായിരുന്നൊരു മുല്ലത്തറയിൽ ഗുരുവായൂർ അമ്പലത്തിൽ ഇപ്പം നമ്മൾ കാണുന്ന ശ്രീകോവിലിൻ്റെ അകത്ത് ആ ഭഗവാനെ പ്രതിഷ്ഠിച്ച പീഠത്തിനകത്ത് ശ്രീചക്രം ഉണ്ടായിരുന്നു എന്ന് വയോവൃദ്ധന്മാരായിരിക്കുന്ന ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കേരളത്തിലെ കാളീ സേവ എന്ന് പറയുന്ന ഗംഭീരമായിട്ടുള്ള ഒരു ഗ്രന്ഥമുണ്ട്. അതാണ് ഒരുപക്ഷെ വിദേശ സർവകലാശാലകളിൽ നിന്ന് മലയാളത്തിൽ അത്തരമൊരു സബ്ജക്റ്റിൽ ആദ്യമായിട്ട് PhD ലഭിച്ചൊരു പ്രബന്ധമാണ് കേരളത്തിലെ കാളീ സേവ. അതിൽ ഈ കാര്യം എടുത്തു പറയുന്നുണ്ട്. ഗുരുവായൂരമ്പലത്തിൽ ശ്രീവിദ്യ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതാണ് ഗുരുവായൂരമ്പലത്തിൻ്റെ പ്രത്യേകത. ഗുരുവായൂരില്ലാത്ത ഒന്നുമില്ല എന്നാണ് പറയുക. എല്ലാ സംവിധാനവുമുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഗുരുവായൂരപ്പൻ്റെ ആ പ്രദേശം. ഈ ചുറ്റുപാടൊക്കെ അതിൽ പെടുന്നുണ്ടോ? അല്ലാതെ ഗുരുവായൂർ എന്ന് പറയുന്നത് ഗുരുവായൂരപ്പൻ്റെ ആ സങ്കേതം മാത്രമല്ല, അത് പെരുന്തട്ട മഹാദേവനും മമ്മിയൂർ ഉള്ള ഭഗവാനും ഒക്കെ ചേർന്നതാണ്. അല്ലാതെ ഗുരുവായൂരപ്പൻ്റെ സങ്കേതം എന്ന് പറഞ്ഞാൽ സങ്കുചിതമായൊരു സങ്കേതം അല്ല. അപ്പം അതുകൊണ്ടാണ് ഈ വിഷയത്തിന് പ്രസക്തി ഉണ്ട് എന്ന് പറയണത്. ഇപ്പോൾ ശബരിമലയിൽ നോക്കൂ. ശബരിമലയിൽ നമുക്കറിയാം, അവിടെ അയ്യപ്പസ്വാമിയുടെ മണിമണ്ഡപത്തിൽ അവസാനം കഴിക്കുന്ന പൂജ ആർക്കുള്ളതാണ്? അത് കൊട്ടവൈ എന്ന് പറയുന്ന വനദേവതയ്ക്കുള്ളതാണ്. അപ്പോൾ ഈ അടുത്ത കാലത്ത് വലിയ സ്കോളേഴ്സ് ആയിരിക്കുന്ന ആളുകളെല്ലാം ചേർന്നിട്ട് മാളികപ്പുറത്ത് അമ്മയെ കൊട്ടവൈ ആക്കി തീർക്കാനുള്ള സംവിധാനമൊക്കെ ചെയ്ത് കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്ന ബലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആർക്കുള്ളതാണ്? ഭദ്രകാളി ദേവിക്കുള്ളതാണ്. വനദേവതയായ ഭദ്രകാളി ദേവിക്കുള്ളതാണ്. മഹാശാസ്ത്ര പൂജാ കൽപ്പദ്രും എന്ന് പറഞ്ഞിട്ട് വളരെ പഴയ കാലഗ്രന്ഥമുണ്ട്, ശാസ്ത്ര തത്വത്തെ ആസ്പദമാക്കിയിട്ടുള്ള. അത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ദശമഹാവിദ്യ ആയിട്ടുള്ള ബഗളാമുഖി ദേവി, അതുപോലെ ദേവി ഉപാസനയിൽ വളരെ ഗംഭീര സ്വരൂപമായിട്ടുള്ള ശരഭമൂർത്തിക്കൊക്കെ ശബരിമലയുടെ ക്രമത്തിൽ ഉപാസനകൾ കാണാൻ പറ്റും. അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതൊന്നും പരസ്പര ബന്ധിതമല്ലാത്തതല്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ സ്വരൂപമാണെങ്കിൽ തന്നെ സഹസ്രനാമത്തിന് എന്താ പ്രസക്തി? ഈ വേദിയിൽ നിന്ന് ഒരു സംശയം തോന്നാം. ലളിതാ സഹസ്രനാമത്തിന് എന്താ പ്രസക്തി? അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതം യത് വൈഷ്ണവാനാം ധനം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ സഹസ്രനാമം എന്താ ഇവിടെ എന്തിനാ അത് പറയണത് എന്നൊരു ചോദ്യം വന്നാൽ ഗുരുവായൂരപ്പൻ തന്നെ പറയുന്നുണ്ട്. അതായത് ഗോപികമാരോട് എന്നെ പ്രാപിക്കാൻ എന്താണ് വഴി എന്ന് ചോദിക്കുന്ന സമയത്ത് ഗുരുവായൂരപ്പൻ തന്നെ പറഞ്ഞാണ് എന്ത്? ദേവിയെ ഉപാസിച്ചാൽ മാത്രമേ എന്നെ പ്രാപിക്കാൻ പറ്റുള്ളൂ എന്ന് ഗുരുവായൂരപ്പൻ തന്നെ ഇതിന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത്ര കാലവും സത്രത്തിലും ഇത്തരം സബ്ജക്റ്റുകൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഓരോ കാലം കഴിയുമ്പോൾ ഗുരുവായൂരപ്പൻ അത് പതുക്കെ നമ്മളെ ഉദ്ഗ്രഥനം ചെയ്ത് കൊണ്ടുവരികയാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ലളിതാ സഹസ്രനാമത്തിൻ്റെ പ്രസക്തി ഗുരുവായൂരപ്പൻ തന്നെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ ഈ ലളിതാ സഹസ്രനാമത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ സഹസ്രനാമം യഥാർത്ഥത്തിൽ മറ്റു സഹസ്രനാമങ്ങളെ പോലെയല്ല. ഏറ്റവും ഒടുവിലുണ്ടായ സഹസ്രനാമമാണ് ലളിതാ സഹസ്രനാമം എന്നാണ് പറയുക തന്ത്രശാസ്ത്രത്തിൽ. അതിനുശേഷം പിന്നെ സഹസ്രനാമങ്ങൾ ഉണ്ടായിട്ടില്ല. കാരണം 17ാമത്തെ പുരാണമാണ് ബ്രഹ്മാണ്ഡ പുരാണം. ഈ 17ാമത്തെ പുരാണമായിട്ടുള്ള ബ്രഹ്മാണ്ഡ പുരാണം കഴിഞ്ഞിട്ട് പിന്നെ ഒരു പുരാണം കൂടെ ഉണ്ടായിട്ടുള്ളൂ. അതാണ് ഇത് ശ്രീമദ് ഭാഗവതം. ഭാഗവതത്തിൽ സഹസ്രനാമം ഇല്ല. നമ്മൾ ജപിക്കുന്ന വിഷ്ണു സഹസ്രനാമം എവിടെ ഉള്ളതാണ്? മഹാഭാരതത്തിലുള്ളതാണ്. അപ്പോൾ അവസാനമുണ്ടായ സഹസ്രനാമം എന്ന നിലയിൽ ലളിതാ സഹസ്രനാമത്തിന് അപാരമായ പ്രത്യേകതകളുണ്ട്. കാരണം എല്ലാ പുരാണങ്ങളുടെയും അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ളൊരു ഫോം അതായത് ആറ്റിക്കുറുക്കി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെയാണ്. കാരണം ഈ സഹസ്രനാമത്തിന് മറ്റ് സഹസ്രനാമങ്ങളെപ്പോലെ ഏതെങ്കിലും അന്വയ പദങ്ങൾക്ക് അല്ലെങ്കിൽ അന്വയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശബ്ദങ്ങളൊന്നുമില്ല. ഇപ്പം നമ്മൾ പറയില്ലേ, ഇപ്പം ച അല്ലെങ്കിൽ തേന സ, ഇങ്ങനത്തെ ഒരു ശബ്ദവുമില്ല. നാമങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി ഏത് സഹസ്രനാമം എടുത്ത് നോക്കിയാലും നമ്മൾ അതിനകത്തൊക്കെ പല പദങ്ങളെയും കൂട്ടിച്ചേർക്കാനായിട്ട് ശബ്ദങ്ങൾ എക്സ്ട്രാ ആയിട്ട് ചേർത്ത്, അത് വ്യാകരണത്തിൽ അങ്ങനെ വരുമല്ലോ. പക്ഷെ ഇവിടെ അങ്ങനെയില്ല. ഒരു ശബ്ദം പോലും അനാവശ്യമായി ദേവിയുടെ
ആ സ്വരൂപമല്ലാതെ, ദേവിയുടെ വർണ്ണനയല്ലാതെ ഒരു ശബ്ദം പോലും ഇവരിതിനകത്ത് ചേർത്തിട്ടില്ല. അപ്പോൾ ഈ സഹസ്രനാമത്തിന് അതുകൊണ്ട് തന്നെ പറയുന്ന പേരാണ് രഹസ്യനാമ സഹസ്രം എന്നൊരു പേരുണ്ട്, രഹസ്യനാമ സഹസ്രം. അപ്പം ഇത് ആരോടാ പറഞ്ഞത്? അതായത് ബ്രഹ്മാണ്ഡ പുരാണം എന്ന് പറയുന്ന പുരാണത്തിൽ ഹയഗ്രീവൻ, ഇപ്പം തൊട്ട് മുമ്പ് ഇവിടെ നിർത്തിയത് ആ മൂർത്തിയുടെ നാമം പറഞ്ഞുകൊണ്ടാണ്. അപ്പം നമുക്ക് അവിടുന്ന് തുടങ്ങാം. ആരായി ഹയഗ്രീവൻ, എങ്ങനെ ഇതുണ്ടായി എന്നുള്ളതാണെങ്കിൽ വളരെ വേഗത്തിൽ നമുക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഒരുമിച്ചൊരു ചെറിയ യാത്ര ഇവിടെ തുടങ്ങാം സഹസ്രനാമത്തിലൂടെ. കാഞ്ചീപുരം എന്ന് പറയുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു, അല്ല കേട്ടിട്ടില്ലേ? കാഞ്ചീപുരം ഉറങ്ങാണോ? അല്ല, കാഞ്ചീപുരം. കാഞ്ചീപുരം എന്ന് കേട്ടപ്പോൾ ചിലർക്കൊക്കെ ഒരു സന്തോഷം പോലെ തോന്നുന്നുണ്ടല്ലേ? കാരണം എന്താ, കാഞ്ചീപുരം എന്തിൻ്റെ പേരിലാണ് കേട്ടിട്ടുള്ളത്? സാരി അല്ല, ശരിക്കും പട്ടാണ്, പട്ടിൻ്റെ പേരിലാണ്. അപ്പോൾ കാഞ്ചീപുരം എന്ന് പറയുന്ന സ്ഥലം പട്ട് മാത്രമല്ല, കാഞ്ചീപുരം എന്ന് പറയുന്നത് ക്ഷേത്ര നഗരം കൂടിയാണ്. അപ്പം അങ്ങനെയുള്ള കാഞ്ചീപുരത്ത് അഗസ്ത്യ മഹർഷി പരിവ്രാജക വൃത്തി ചെയ്ത് കടന്നു വന്നൊരു കാലത്ത്, പരിവ്രാജക വൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? മഹർഷീശ്വരന്മാർ ഗംഭീരമായിട്ട് അവരവർ ചെയ്ത തപസ്സിൻ്റെ മാറ്റി നോക്കാൻ വേണ്ടി ചെയ്യണതാണ് പരിവ്രാജക വൃത്തി എന്ന് പറയുന്നത്. കാരണം ഈ പരിവ്രാജക വൃത്തി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തൻ്റെ ഉള്ളിലുള്ള അഹംവൃത്തി എത്രത്തോളം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള പരിശോധനയാണ്. അതിന് സമാജവുമായിട്ട് ഒന്ന് ഇൻട്രാക്ട് ചെയ്യണം, എന്നാലേ നമ്മളൊക്കെ എവിടെയാണ് നിൽക്കണമെന്ന്. ഇപ്പം ഈ ഇപ്പം ഇവിടെ ഇരുന്ന് പറയണ ആളും കേൾക്കണ ആളുമൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ അല്ലേ നമ്മളൊക്കെ വളരെ കാണുമ്പോൾ തൊഴിലൊക്കെ ചെയ്യും. പക്ഷേ ഒറിജിനൽ ഇതാണോ? ഒറിജിനൽ ഇതല്ല, നമ്മളുടെ ഡ്യൂപ്ലിക്കേറ്റാണ് നമ്മളൊക്കെ. അപ്പോൾ ഈ ഡ്യൂപ്ലിക്കേഷൻ ഇല്ലാണ്ടാവണം എന്നുണ്ടെങ്കിൽ സമാജവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം. അപ്പോഴാണ് ഈഗോ എവിടെ നിൽക്കണു, മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ടാണ് ഇപ്പം ചില ആളുകളൊക്കെ ചോദിക്കില്ലേ, അമ്പലത്തിൽ കയറുമ്പോൾ എന്തിനാ ഈ ഷർട്ട് അഴിക്കണേ? നല്ല ആവശ്യമുള്ള കാര്യമാണ്. ഇതിലിപ്പോൾ ഭക്തിയുടെ അംശമൊന്നും കണക്കാക്കേണ്ട ആവശ്യമില്ല. ഈഗോ ഇല്ലാണ്ടാവും. നമ്മൾ നഗ്നരാകുമ്പോൾ നമ്മുടെ ഈഗോ ഇല്ലാണ്ടാവുക ചെയ്യുക. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം ഈ ഈഗോ ഇല്ലാണ്ടാക്കാനാണ് ഇപ്പം ഇവിടെ പരിശ്രമിച്ച ഋഷീശ്വരന്മാർ. അപ്പോൾ മഹർഷീശ്വരന്മാർ, ബുദ്ധനൊക്കെ അങ്ങനെയാണ് പോയത്. തഥാഗതനായുള്ള ബുദ്ധൻ യശോധരയുടെ മനോഹരമായിരിക്കുന്ന മടിത്തട്ടിൽ നിന്നൊരു രാവിലെ ഒറ്റക്കമ്പി വീണ സ്പന്ദനം ചെയ്തൊരു രാത്രിയിൽ ഒരു വെളിപാടോടുകൂടി എഴുന്നേറ്റ് പോയതല്ല. ബുദ്ധൻ്റെ ഉള്ളിലുണ്ടായിരിക്കുന്ന തീവ്രമായിരിക്കുന്ന ഒരു ഉണർവുണ്ട്. അതിന് സെൻ ബുദ്ധിസ്റ്റുകളൊക്കെ പറയുന്നൊരു പേരുണ്ട്, സറ്റോറി എന്നാണ് പറയുക. സറ്റോറി എന്ന് പറഞ്ഞാൽ എന്താണ്? യാദേവി സർവഭൂതേഷു ശ്രദ്ധാരൂപേണ സംസ്ഥിത. 100% ശ്രദ്ധയോടുകൂടിയാണ് ഇരിക്കുന്നതെങ്കിൽ മാത്രമാണ് ഈശ്വരനെ നമുക്ക് ലഭിക്കുക. സദാ ശ്രദ്ധ ഉണ്ടാവണം. അശ്രദ്ധാലുക്കൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല ദേവ്യുപാസന. ദേവ്യുപാസന മാത്രമല്ല, ഒരു ഉപാസനയും ഈശ്വര ഭക്തിയും ഈശ്വര സേവയും ഈശ്വരാന്വേഷണവും ഒരിക്കലും അശ്രദ്ധാലുക്കൾക്കുള്ളതല്ല. അതുകൊണ്ടാണ് ദേവ്യുപാസനയുടെ ശ്രീവിദ്യോപാസകന്മാരുടെ കൈപ്പുസ്തകമായിരിക്കുന്ന ശ്രീവിദ്യാപ്രസ്ഥാനത്രയത്തിലെ പരശുരാമകൽപ്പസൂത്രത്തിൽ പറയും, സർവത്ര മതിമാൻ ദീക്ഷേത. ആർക്കാണ് ദീക്ഷ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ ബുദ്ധിയുള്ളവന് മാത്രമേ കൊടുക്കാവുള്ളൂ എന്നാണ് പറയുക. അപ്പോൾ ബുദ്ധൻ്റെ ശ്രദ്ധയാണത്. രാവേറെ ചെന്ന സമയത്ത് എവിടെ നിന്നോ ഒരു കുളിർക്കാറ്റ് അടർന്നു വീണ് ഒറ്റക്കമ്പി നാദം സ്പന്ദിച്ച ആ രാവിലെ ബുദ്ധൻ ഇറങ്ങിപ്പോയത് ഒരു സറ്റോറി എന്ന് പറയുന്ന ഒരു സ്പേസിലേക്കാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളുണരുകയും അദ്ദേഹം രാമതീർത്ഥനൊക്കെ പോയ പോലെ അദ്ദേഹം പോവുകയും ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ പോയ സമയത്ത് നിരഞ്ജനാ നദിയുടെ ആഴങ്ങളിലേക്ക് അദ്ദേഹം പെട്ടുപോവുകയും ആ ശരീരത്തെ, ബോധത്തെ ലോകത്തിന് ആവശ്യമുള്ളത് കൊണ്ടാവണം അദ്ദേഹം വീണ്ടും ഓളങ്ങളിലേക്ക് പൊങ്ങി പടർന്നു കയറി തിരിച്ച് ജീവസ്സിലേക്ക് വരികയും ചെയ്തു. പിറ്റേ പ്രഭാതത്തിൽ ഗ്രാമത്തിലെ കാട്ടുവഴിയിലൂടെ അച്ഛന് തമരവിത്തുകളും പാൽക്കഞ്ഞിയുമായിട്ട് പോയ 8 വയസ്സുകാരി കുട്ടി പത്മാവതിയാണ് വാടിയ താമരത്തണ്ട് പോലെ കിടക്കുന്ന ബുദ്ധനെ കാണുന്നത്. അപ്പോൾ സിദ്ധാർത്ഥനാണെന്ന്. ആ ചുണ്ടുകളിലേക്ക് പാൽക്കഞ്ഞി ഏറ്റി കൊടുക്കുമ്പോഴാണ് സിദ്ധാർത്ഥന് മനസ്സിലാവുന്നത് ശരീരത്തിൻ്റെ നിരാകരണമല്ല സ്പിരിച്വാലിറ്റി എന്നുള്ളത്. അവിടം തൊട്ട് ബുദ്ധൻ ഉണരുകയും മണിപത്മങ്ങൾ വിടരുകയും ബുദ്ധൻ്റെ ബോധം അനന്തമായിരിക്കുന്ന കാലദേശങ്ങൾക്ക് അതീതമാവുകയും ബുദ്ധൻ ഇപ്പോഴും നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഉണർത്തുകയും
സാന്ത്വനിപ്പിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ആ ബുദ്ധനും കടന്നുപോയ വഴിത്താരകളിൽ അവസാനം ബുദ്ധൻ്റെ മകൻ അമ്മയോട് ചോദിക്കുന്നുണ്ട്, ഭാനുമാനിൽ നിന്ന് അടർന്നു വീണ ഒരു കിരണം പോലെ തൻ്റെ കൊട്ടാരത്തിലേക്ക് ഭിക്ഷാപാത്രവും ഏന്തി വരുന്ന ബുദ്ധനെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്. ബുദ്ധൻ്റെ മകൻ അമ്മയോട് ചോദിക്കുന്നുണ്ട്, ആ വരുന്നതിൽ ഏതാണ് എൻ്റെ അച്ഛൻ? അച്ഛൻ എവിടെ പോയിരിക്കുകയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം മകനോട് അമ്മ പറയുന്നുണ്ട്, അച്ഛൻ പോയിരിക്കുന്നത് ലോകം വെട്ടിപ്പിടിക്കാനാണ്. ആ ഉത്തരം തൃപ്തമായിരുന്നു മകന്, തൃപ്തിയായിരുന്നു ആ കുട്ടിക്ക്. അപ്പോൾ അച്ഛനെ കണ്ടപ്പോൾ നേരെ ഓടിച്ചെന്ന് ചോദിച്ചു, അച്ഛൻ ലോകം വെട്ടിപ്പിടിച്ചുവോ? അപ്പോൾ പറഞ്ഞു, ഉവ്വ മകനെ, ഞാൻ ലോകം വെട്ടിപ്പിടിച്ചിരിക്കുന്നു. അപ്പോൾ ഏതൊരു മകനും ഏതൊരു അച്ഛനോടും ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യം ചോദിച്ചു ബുദ്ധനോട് മകൻ. എന്താ ചോദിച്ചത്? ലോകം വെട്ടിപ്പിടിച്ച സമയത്ത് അച്ഛൻ എനിക്ക് എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത്? അപ്പോഴാണ് ബുദ്ധൻ പറയുന്നത്, എൻ്റെ കയ്യിലുള്ള ഈ ഭിക്ഷാപാത്രമാണ് ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ അത് നിനക്ക് താങ്ങാൻ ഉള്ള ശേഷിയായിട്ടില്ല. അതെന്താ അങ്ങനെ പറഞ്ഞത്? ആലോചിച്ചിട്ടുണ്ടോ? ഭിക്ഷാപാത്രം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വിചാരിക്കുന്നത് ഭാരതീയ സന്യാസിമാർ ഉദരനിമിത്തം ബഹുകൃത വേഷം എന്ന് കുട്ടി ശങ്കരൻ പറഞ്ഞു എന്നാണ്. സന്യാസ പാരമ്പര്യത്തിൻ്റെ തീക്ഷ്ണമായ തലങ്ങളിലൂടെ 8ാമത്തെ വയസ്സിൽ സന്യസിച്ചു പോയ കശ്മീര ശൈവന്മാരെയും ജൈനന്മാരുടെ സാദ്വാദത്തെയും ഒക്കെ അദ്വൈതത്തിന് തുല്യമായി കണ്ടയാളാണ് ശങ്കരൻ. അല്ലാതെ ശങ്കര ഭഗവത്പാദർ വന്നതോടുകൂടി ലോകത്തുള്ള സകല സിദ്ധാന്തങ്ങളും നശിച്ചുവെന്നും ഒക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഒരു സ്കൂൾ ഓഫ് തോട്ട് മാത്രമല്ല ഭാരതത്തിലുള്ളത്. ശങ്കരാചാര്യ സ്വാമികൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഉദരനിമിത്തം ബഹുകൃത വേഷം. അത് ശങ്കരൻ്റെ ഹൃദന്തം അറിയാതെ പോയി. ഉദരോപാസനയുടെ ലോകങ്ങളുണ്ട്. അതായത് ഒരു ശിഷ്യനെ മുടി നീട്ടി വളർത്തുകയും തല മുണ്ടനം ചെയ്യിക്കുകയും ചെയ്യുന്ന ഗുരുനാഥന്മാർ ഉദ്ദേശിക്കുന്നത് അവൻ്റെ ശരീരത്തിലെ ഊഷ്മാവിനെ നിയന്ത്രിച്ചുകൊണ്ട് ചില പ്രത്യേകതരം സാധനകൾ ചെയ്യുമ്പോഴാണ് താടി നീട്ടി വളർത്താൻ പറയുക. ചില പ്രത്യേകതരം അതിനാണ് പറയുന്നത് ഉദരോപാസന, ദഹരവിദ്യ, ഉദരവിദ്യ, നന്ദിവിദ്യ എന്നൊക്കെ സഹസ്രനാമത്തിൽ കാണാം. അപ്പം നമുക്ക് അറിയാവുന്നത് കൊണ്ട് വ്യാഖ്യാനിക്കരുത്. മഹാത്മാക്കൾ ഒരു കാരണവശാലും ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട ആദ്യത്തെ പാഠം എന്താ വെച്ചാൽ ഒന്നിനെയും നിഷേധിക്കാൻ പാടില്ല. അത് ഗുരുവായൂരപ്പൻ സഹിക്കാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണത്. ഒന്നിനെയും നിഷേധിക്കാൻ പാടില്ല. ഒരാൾ ഒന്നിനെ നിഷേധിച്ചിട്ട് അതിനെ റിപ്പോർട്ട് ചെയ്യാൻ പോലും പാടില്ല നമ്മൾ. കാരണം അതുപോലും അഹമൃത്തിയുടെ ലക്ഷണമാണെന്നാണ് പറയുക. ഒറ്റ പ്രാർത്ഥനയെ വേണ്ടു നമുക്ക് ഭഗവതിയോടും ഗുരുവായൂരപ്പനോടൊക്കെ. എന്താണ്? അഹങ്കാരം ഉണ്ടാവല്ലേ എന്ന് പ്രാർത്ഥിക്കുക. വേറെ യാതൊന്നുമില്ല ഇവിടെ. അഹമൃത്യം ചെയ്യുന്നവൻ, ചെയ്തവൻ, അല്ലേ? അങ്ങനെയൊക്കെ ചില ആളുകൾ അല്ലേ പറയുന്നത് കേൾക്കാം. പക്ഷെ നമ്മളത് കേട്ടാലും നമ്മളെ അത് ബാധിക്കണ്ട. അയാൾ അങ്ങനെ പറഞ്ഞു, ഇയാൾ ഇങ്ങനെ പറഞ്ഞോട്ടെ. അതൊക്കെ ഗുരുവായൂരപ്പൻ്റെ ഇച്ഛയാണ്. അതെന്താ ഗുരുവായൂരപ്പൻ നിശ്ചയിക്കണം വെച്ചാൽ അങ്ങനെ ആയിക്കോട്ടെ. നമുക്കവിടെ കമൻറ്റ് ചെയ്യാൻ പോലുള്ള അധികാരം ആരും നമുക്ക് പകുത്ത് തന്നിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, ഈ സന്യാസിമാരെ ഒന്നും നമ്മൾ അപമാനിക്കണ്ട. അവർ നമ്മളെക്കാൾ ഉയർന്ന ആശ്രമത്തിലുള്ളവരാ. അവരെന്താ വെച്ചാൽ ചെയ്തോട്ടെ, നമ്മളെ അത് ബാധിക്കുന്നില്ല. ആശ്രമം വേറെയാണ്. ഒരു സന്യാസി എന്തെങ്കിലും ചെയ്തു, അത് അദ്ദേഹത്തിൻ്റെ വേൾഡാണ്. ആ ആശ്രമമായിട്ട് നമുക്ക് ബന്ധമുണ്ടോ? ഇവിടെ ഇരിക്കുന്ന കുട്ടിയമ്മയും പിന്നെ അപ്പുറത്തിരിക്കുന്ന തപോവന സ്വാമിയായിട്ട് വല്ല ബന്ധമുണ്ടോ? അത് രണ്ടും രണ്ട് ഡയമെൻഷനിലാണ്. നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടോ കമൻ്റ് ചെയ്തിട്ടോ യാതൊരു ആവശ്യമില്ല. അതുകൊണ്ടാണ് പറയുക, അറിയാത്തവ പറയാൻ പാടില്ല എന്ന് പറയുക. അറിയാത്തവ പറയാൻ പാടില്ല. എന്തിനാ പറയണം നമ്മൾ? അപ്പം അതുകൊണ്ടാണ് ഭിക്ഷാപാത്രത്തെ, സന്യാസിയെ, അവരുടെ തലമുണ്ടനം ചെയ്യുന്നതിനെ, രുദ്രാക്ഷം ധരിക്കുന്നതിനെ, ഭസ്മം ധരിക്കുന്നതിനെ, ഇതിനെയൊന്നും നമ്മൾ അപമാനിക്കാൻ പാടില്ല. ഇതിനെന്ന് മാത്രമല്ല ഒന്നിനെയും. പക്ഷേ നാട്ടിൽ കാണുന്ന സ്ഥിതി എന്താണ്? വളർന്നു വരുന്ന ഒരു തലമുറ ആഹ്ലാദിക്കുന്നത് പോലും ട്രോളിലൂടെയാണ്. എല്ലാവരും ചെയ്യണത്. എത്ര കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഏതെങ്കിലുമൊക്കെ ആളുകൾക്ക് ഉണ്ടാവുന്ന ചെറിയ ചെറിയ പിഴകൾ നമ്മൾ ആസ്വദിക്കാൻ പഠിച്ചുവെങ്കിൽ നമ്മൾ എത്രത്തോളം അധപ്പതിച്ചിരിക്കുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, നമ്മൾ മനഃപൂർവ്വം ഒരാളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ വേദന നമുക്ക് തിരിച്ചു തരാൻ ഒരാൾ ഈ ലോകത്ത് വളർന്നു വരുന്നുണ്ടാവും. അത് മറക്കണ്ട. അത് ഇവിടെ പൂർത്തീകരിച്ചിട്ടേ ആ ചക്രം കറങ്ങുള്ളൂ. അതിന് യാതൊരു സംശയം വേണ്ട. അപ്പം ഇവിടെ ഭിക്ഷാപാത്രം എന്ന് പറയുന്നത് വെറും ഒരു ഭിക്ഷാപാത്രം അല്ല. ഭാരതീയ തന്ത്രശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ നോക്കിയാൽ ആ ഭിക്ഷാപാത്രം എന്താണ്? ആ ഭിക്ഷാപാത്രം അതാണ് ബുദ്ധൻ മകനോട് പറഞ്ഞത്. ഉണ്ണി, നിൻ്റെ ഈ കയ്യിലേക്ക് അത് താങ്ങാനായിട്ടില്ല.
എന്തുകൊണ്ടാണ്? നമ്മൾ തന്നെ വിഭാവന ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ സജ്ജനങ്ങളിൽ ആർക്കെങ്കിലും നാളെ രാവിലെ ആകുമ്പം ഒരു ഭിക്ഷാപാത്രം എടുത്തിട്ട് ഈ ജംഗ്ഷൻ തൊട്ട് അടുത്ത ജംഗ്ഷൻ വരെ നടന്നിട്ട് വരാൻ പറ്റും? ഒന്ന് സങ്കല്പിച്ചേ. പറ്റുമോ? പറ്റില്ല. കാരണം ശരീരത്തിൻ്റെ മുഴുവൻ കാമനകളും ഉലഞ്ഞില്ലാതാവുമ്പോൾ മാത്രം നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് ഭിക്ഷാപാത്രം. അതിനു മുമ്പ് സാധ്യമല്ല. അപ്പം കാമനകളുടെ അവസാനമാണ് ഭിക്ഷ എന്ന് പറയുന്നത് ഇവിടെ തുടങ്ങുന്നത് പോലും. അപ്പം അങ്ങനെ അഗസ്ത്യ മഹർഷി പരിവ്രാജക വൃത്തി ചെയ്തുകൊണ്ട് ഭിക്ഷാപാത്രവുമായിട്ട് നടക്കുന്ന കാലഘട്ടത്തിലാണ് കാഞ്ചീപുരം എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേരുന്നത്. അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി ഒരുപാട് പ്രശ്നങ്ങളാണ് ആളുകൾ ഫേസ് ചെയ്യുന്ന വളരെ വികൃതമായിട്ടുള്ള പ്രശ്നങ്ങൾ. അധാർമികതയുടെ കേദാരമായിട്ട് മാറിയ നാടിനെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട്, മനുഷ്യരെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് മഹർഷി എന്ത് ചെയ്തു? ഗംഭീരമായിട്ടൊരു പ്രഭാഷണം നടത്തി, എല്ലാവരെയൊക്കെ വിളിച്ച് കൂട്ടിയിട്ട്. അത് ഏകദേശമൊക്കെ പകുതിയായപ്പം ഇവർ പറഞ്ഞു, അങ്ങ് ആരാന്ന് ചോദിച്ചു. അങ്ങയോട് ആരെങ്കിലും പറഞ്ഞു ഞങ്ങളെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട്? ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ഞങ്ങൾ കഴിഞ്ഞോളാം. ഇങ്ങനെയൊന്നല്ല കേട്ടോ. വളരെ മ്ലേച്ഛമായ ഭാഷയിൽ, വളരെ വികൃതമായ രീതിയിൽ അഗസ്ത്യരെ പൊതു ഇടത്തിൽ വെച്ചിട്ട് ചീത്ത വിളിക്കുകയാണ് ചെയ്തത്. നമ്മളായിരുന്നു അഗസ്ത്യൻ്റെ സ്ഥാനത്തെങ്കിൽ എന്ത് ചെയ്തേനെ? ഒന്ന് ആലോചിച്ചേ. നമ്മൾ നല്ല കാര്യങ്ങൾ ഒരാൾ പറഞ്ഞു കൊടുത്തു, ഇത് കേൾക്കാനിരുന്ന ആളുകൾ നമ്മളെ നല്ല ഗംഭീരമായിട്ട് ചീത്ത വിളിച്ചാൽ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുക? കയ്യൂക്ക് കാണിച്ചു കൊടുക്കുക ചെയ്യുക ആദ്യം, എന്നിട്ട് പറയുകയും ചെയ്യും അവിടെ കുറേ ആളുകളുണ്ടോ, അത് ശരിയല്ല എന്നൊക്കെ പറയും. പക്ഷെ അഗസ്ത്യർ എന്താ ചെയ്തതെന്നറിയോ? അഗസ്ത്യർ ചെയ്തത് വേറൊന്നുമല്ല. അഗസ്ത്യർ പറഞ്ഞു, ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ മുൻപിൽ ഇരിക്കുന്നവരുടെ ബോധതലത്തെ സ്പർശിക്കാതെ പോയെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം പറയാൻ വേഷം കെട്ടി വന്ന ഈ ഉള്ളവൻ്റേതാണ്. ഇത് നമുക്കുള്ള പാഠമാണ്. ആധ്യാത്മിക ആചാര്യന്മാരായിട്ട് ഉള്ള ആളുകളൊക്കെ ഉണ്ട്, ധാരാളം പേരുണ്ട്. അങ്ങനെയുള്ള പല ആചാര്യന്മാരും ഇവിടെ ഇരിക്കുന്ന ആളുകളും നമ്മളൊക്കെ ആധ്യാത്മിക ആചാര്യന്മാർ തന്നെയാണ് ഒരു പരിധി വരെ. കാരണം എന്താണ്? മക്കളോട് നിങ്ങൾ ഉപദേശം നൽകുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ആചാര്യനാണ്. ഭർത്താവിനെ ഉപദേശിക്കുന്നുണ്ടെങ്കിൽ കാര്യമൊന്നും ഉണ്ടാവില്ല, എന്നാലും ആചാര്യനാണ്. ഭാര്യ അല്ലേ, ഒക്കെ ഉപദേശം ഉണ്ടാവും. പക്ഷെ ഈ ഉപദേശം നടത്തുന്ന എല്ലാവരും പറയുന്ന ഒരു വർത്താനുണ്ട്, പറഞ്ഞിട്ടൊന്നൊരു കാര്യമില്ല. കുട്ടികളോടൊന്നും പറഞ്ഞിട്ട് ഇന്നത്തെ യങ്സ്റ്റേഴ്സ് വളരെ. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, പറയാൻ വേഷം കെട്ടി വന്നിട്ടുള്ള നമ്മുടെ തപസ്സിൻ്റെ നില എന്താണെന്ന് നമ്മളാരും ചിന്തിക്കാറില്ല. ഭാരതീയ സംസ്കാരമാണ് ഈ പറയണത്. അപ്പം ആദ്യം നമ്മൾ സ്വയം ബോധിക്കാനുണ്ട്. പറയാൻ വേഷം കെട്ടി വന്നിരിക്കുന്ന നമ്മളുടെ നില എന്താണ്, നമ്മൾ പറയുന്ന ഒരാൾ കേൾക്കുന്നില്ല എങ്കിൽ, അയാളിൽ അത് ചലനം സൃഷ്ടിക്കുന്നില്ല എങ്കിൽ ഒരു സംശയവും വേണ്ട, നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം അപാകത നമ്മളിലാണ്. അഗസ്ത്യൻ തീരുമാനിച്ചു, കേൾക്കാൻ വന്നിരിക്കുന്നവരുടെ കുഴപ്പമല്ല, പറഞ്ഞ എൻ്റെ കുഴപ്പമാണെന്ന് മനസ്സിലാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? ഏകാംബരീശ്വരം എന്നു പേരായ ക്ഷേത്രത്തിൽ അഗസ്ത്യൻ തപസ്സു ചെയ്തു. ഗംഭീരമായ തപസ്സിൻ്റെ ഒടുവിൽ ഹയഗ്രീവമൂർത്തി പ്രത്യക്ഷനായി. ഹയഗ്രീവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹയം എന്ന് പറഞ്ഞാൽ കുതിരത്തലുള്ള ആളാണെന്നാണ്. കുതിര എന്ന് പറഞ്ഞാൽ തന്ത്രശാസ്ത്രത്തിൽ പ്രാണൻ എന്നാണ് അർത്ഥം. വെർബലി ഒരിക്കലും ഭാഗവതാർത്ഥങ്ങൾ എടുക്കാൻ പാടില്ല എന്ന് ഭാഗവതം പറയുന്നുണ്ട്, തന്ത്രശാസ്ത്രം പറയുന്നുണ്ട്, എല്ലാ ഗ്രന്ഥങ്ങളും പറയുന്നുണ്ട്. ഇപ്പോൾ ഭാഗവതാണെങ്കിൽ തന്നെ പലതരത്തിലാണ് എൻ്റെ ഭാഷകൾ വരിക അല്ലേ. സാധാരണ ലൗകിക ഭാഷ, കഥ പറയുന്നത്; പരമത ഭാഷ, ഔപനിഷദിക പക്ഷത്തിലുള്ള ഭാഷ; സമാധി ഭാഷ, അതെന്തത് ധീസമമായിരിക്കുന്ന, അതായത് ഹൃദയത്തിൻ്റെ ഭാഷ. അപ്പോൾ നമ്മൾ വെർബലി എടുക്കരുത്. ഭാഗവത ശ്ലോകങ്ങൾ തന്നെ പറയില്ലേ, ഇപ്പം കഥായിമാസ്തേ കഥിതാമഹീയസാം വിതായ ലോകേഷു യശപ്പരയുഷാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വചോ വിഭൂതിർനതു പാരമാർദ്ധ്യം. അതിനെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ എത്ര സൂക്ഷിക്കണമെന്ന് ശ്രീധരാചാര്യ സ്വാമികൾ ശ്രീധര്യത്തിൽ പറയുന്നുണ്ട്. അതായത് പരീക്ഷത്തിനോട് പറയുകയാണ്, ഞാൻ ഈ പറഞ്ഞ കഥകളൊക്കെ പരമാർത്ഥങ്ങളല്ല തന്നെ എന്നല്ല പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? പറഞ്ഞ കാര്യം എത്ര മാത്രമേ ഉള്ളൂ, ഭഗവത് വിഭൂതികളെക്കുറിച്ച് ഞാൻ എന്നോട് പറഞ്ഞു പരീക്ഷത്തെ, പാരമാർത്ഥിക സത്യത്തെക്കുറിച്ച് വാക്കുകൾ കൊണ്ട് പറയാൻ നിവൃത്തിയില്ല എന്നാണ്. അല്ലാതെ ഞാൻ ഈ പറഞ്ഞ കഥകളൊക്കെ കള്ളത്തരാണ്, തെറ്റാണ്.
ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ഒരു വലിയ രാഷ്ട്രീയ നേതാവ് ഈ ശ്ലോകം ഉദ്ധരിച്ച് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ഗുരുവായൂരപ്പൻ്റെ വൈഭവം അവരിത് പഠിച്ചിരിക്കുന്നു. ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു ഉയർന്ന രാഷ്ട്രീയ നേതാവ് ഒരു പ്രഭാഷണത്തിൽ ഇപ്പം നമ്മൾ ഉദ്ധരിച്ച ഭാഗവത ശ്ലോകം ഉദ്ധരിച്ച് കേട്ടപ്പോൾ എനിക്ക് രോമാഞ്ചം വന്നു. എനിക്ക് രോമാഞ്ചത്തിന് അസുഖമുള്ളതുകൊണ്ടായിരിക്കും, നിങ്ങൾക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അവരത് പഠിച്ചില്ലേ. ഭഗവാന്റെ ആ അപാരമായ കൃപ എന്ന് പറയണതേ നമ്മൾ വിചാരിക്കണ മാതിരിയല്ല. ഗുരുവായൂരപ്പൻ്റെ കൃപ എന്ന് പറയണത് അതാണ് നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, വെർബലി അർത്ഥം എടുക്കാൻ പാടില്ല. വെർബലി അർത്ഥം എടുക്കുകയാണെങ്കിൽ പിന്നെ ഇതിന് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് പുരഞ്ജനോപാഖ്യാനം വൃത്തിയിട്ട് പറഞ്ഞു തന്നത് നമുക്ക്. പുരഞ്ജനോപാഖ്യാനം ചിത്രകേതോപാഖ്യാനം ഒന്നും ഭാഗവതമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ള കഥയല്ല. എന്ത് ബന്ധമുള്ളത്? ഒരു ബന്ധവുമില്ല. അതിൻ്റെ ഗ്രാസ് റൂട്ട് പിടിച്ചു വരികയാണെങ്കിൽ എന്തിനാ ബർഹിസ്, ഈ ശരിക്കും പറഞ്ഞാൽ പ്രാചീന ബർഹിസ് എന്നുള്ള പേരെന്നെ കർമ്മഠത്വം കാണിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. ആ പേരെന്നെ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പം എന്താ കാര്യം? നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾ വെർബലി എടുക്കരുത്, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വേണം എടുക്കാൻ എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? ഇവിടെ തന്നെയാണ്. ഹയഗ്രീവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രാണനാണ്. കുതിര എന്ന് പറഞ്ഞാൽ തന്ത്രശാസ്ത്രത്തിൽ എപ്പോഴും നമ്മൾ ആലോചിച്ചോളണം, പ്രാണശക്തിയുടെ പ്രതീകമാണ്. അശ്വമേധം, അവനവൻ്റെ പ്രാണനെ അവനവൻ പിടിച്ചു കിട്ടുന്ന ഹംസയോഗ ചന്ദ്രികയാണ് അശ്വമേധയാഗം. അല്ലാതെ കുതിരേനെ അഴിച്ചു വിട്ടിട്ട് ആരെങ്കിലും കെട്ടി എന്നുള്ള അർത്ഥത്തിലല്ല. അവന് 3 ലോകങ്ങളും കിട്ടും. അതേതാണ്? ശക്തികൂടവും വാഗ്ഭടകൂടവും കാമരാജകൂടവും. ഈ വാഗ്ഭവകൂടം, കാമരാജകൂടം, ശക്തികൂടം എന്നൊക്കെ പറയണതാണ് ത്രിലോകങ്ങളെന്ന് നമുക്ക് സഹസ്രനാമത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണാൻ സാധിക്കും. അപ്പോൾ ഏതായാലും നമ്മൾ ഈ അഗസ്ത്യ മഹർഷിയുടെ തപസ്സിൻ്റെ മുൻപിൽ, അഗസ്ത്യൻ ഇന്ന രൂപത്തിൽ എനിക്ക് അനുഗ്രഹം വേണമെന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല തപസ് ചെയ്തത്. തപസ് ചെയ്തു, ഭഗവാൻ വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ആ ഹയഗ്രീവ മഹർഷി, ആ ഹയഗ്രീവമൂർത്തി അഗസ്ത്യ മഹർഷിക്ക് ഉപദേശിച്ച പ്രകാരത്തിലാണ് എന്തുണ്ടായത്? ബ്രഹ്മാണ്ഡ പുരാണം ഉണ്ടായത്. അപ്പോൾ ഹയഗ്രീവാഗസ്ത്യ സംവാദത്തിലൂടെ പ്രപഞ്ചത്തിൽ ബ്രഹ്മാണ്ഡ പുരാണം ഉണ്ടായി. ആ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ ഒന്നും ഒഴിവാക്കാനില്ല. അതിൻ്റെ അവസാനത്തെ 40 അധ്യായങ്ങൾ ലളിതോപാഖ്യാനം എന്ന ഗംഭീരമായ ഗ്രന്ഥമായിട്ട് മാറി. അതിൻ്റെ രഹസ്യ സ്വഭാവം കൊണ്ടായിരിക്കണം അത് കേരളത്തിലൊക്കെ എന്തുകൊണ്ടോ പ്രചരിക്കാതെ ഉണ്ടാവുക. കാരണം അത്രത്തോളം ആഴമുള്ള പഠനങ്ങൾ അർഹിക്കുന്നതാണ്. കാരണം ലളിതാ സഹസ്രനാമം എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ നിർബന്ധമായിട്ടും ലളിതോപാഖ്യാനം പഠിച്ചേ മതിയാവൂ. അതിപ്പോൾ നമ്മൾ കാണാൻ പോവുകയാണ്. കാരണം ഈ സാധാരണഗതിയിലുള്ള സഹസ്രനാമം പോലെ അല്ല ഈ സഹസ്രനാമത്തിൻ്റെ ഘടന എന്ന് പറഞ്ഞു. കാരണം ആദ്യത്തെ 100 നാമങ്ങളെ തന്ത്രശാസ്ത്രം പറയുന്ന പേര് താപിനി കല എന്നാണ്. 100ാമത്തെ നാമം അവസാനിക്കുന്നത് എവിടെയാ? ബ്രഹ്മഗ്രന്ഥി വിഭേദിനി എന്ന് പറഞ്ഞിട്ടാണ് 100ാമത്തെ നാമം. അതായത് ആ ക്രമത്തിൽ തന്നെ യഥാർത്ഥത്തിൽ എന്താണ് സഹസ്രനാമത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു വെക്കാൻ പോവുകയാണ്. എന്താ അത്? അതാണ് നേരത്തെ പറഞ്ഞത്. ലളിതോപാഖ്യാനം എന്ന് പറയുന്ന ഗ്രന്ഥത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ആദ്യത്തെ നാമങ്ങൾ. നമ്മൾ 64 നാമങ്ങൾ സഹസ്രനാമത്തിൽ നോക്കിക്കഴിയുമ്പം 65ാമത്തെ നാമം ശ്രദ്ധിച്ചോളണം. ഭണ്ഡാസുരവധോദ്യുക്ത എന്നൊരു പ്രയോഗം കാണും. ദേവിയെക്കുറിച്ച് പറയുകയാണ്. ഭണ്ഡാസുരവധോദ്യുക്തയായ ഭഗവതിയെക്കുറിച്ച് പിന്നീട് പറയുകയാണ്. 64 തത്വങ്ങൾ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ 64 നാമങ്ങൾ പറഞ്ഞിട്ട് 65ാമത്തെ നാമമായിട്ട് ഭണ്ഡാസുരവധോദ്യുക്തയായ ദേവിയെക്കുറിച്ച് പറയാൻ പോവുകയാണ്. അവിടം തൊട്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ സഹസ്രനാമത്തിൻ്റെ കാര്യങ്ങൾ എന്താണ് എന്ന ആഴത്തിൽ മനസ്സിലാക്കാനുള്ള പരിശ്രമം യഥാർത്ഥത്തിൽ തുടങ്ങാനുള്ള ഒരു ഇനീഷ്യേഷൻ വരുന്നത് യഥാർത്ഥത്തിൽ. കാരണം കഥ ലളിതോപാഖ്യാനം തുടങ്ങുന്നത് എങ്ങനെയാണ്? ഇവിടെ നമ്മൾ പല നാമങ്ങളും നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് യാതൊരു ഐഡിയ ഉണ്ടാവില്ല സഹസ്രനാമത്തിൽ, അല്ലേ? സഹസ്രനാമം എത്രയോ കാലമായിട്ട് വായിക്കുന്നവരുണ്ട്. ജ്വാലാമാലിനികാക്ഷിപ്തവന്യപ്രാകാരമധ്യക, ഭഗവതി ഒന്നും അറിയില്ലെങ്കിലും ക്ഷമിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോവാണ്. സത്യത്തിൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? ജ്വാലാമാലിനികാക്ഷിപ്തവന്യപ്രാകാരമധ്യക എന്ന് പറഞ്ഞാൽ എന്താണ്? അതല്ലാന്നുണ്ടെങ്കിൽ നോക്കൂ, സമ്പത്കരി എന്നൊരു പദം, അല്ലേ? അല്ലെങ്കിൽ അശ്വാരൂഢാധിഷ്ഠിതാശ്വ കോടി കോടി ഭിരാവൃത
ഇതൊക്കെ നമ്മളിങ്ങനെ വായിക്കുക, നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല, തിരക്കേടില്ല, ഒരു ബലമൊക്കെ ഉണ്ട് ഇതൊക്കെ വായിക്കുമ്പം എന്നൊക്കെ വിചാരിക്കുക ചെയ്യുക. പക്ഷെ അതാ നേരത്തെ പറഞ്ഞത്. ഇവിടെ എന്താ സംഗതി എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഭാഗവതത്തിലെ കഥയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാൻ പറ്റും. ദക്ഷയാഗത്തിൻ്റെ അവസാനമാണ് പുരാ ദാക്ഷായണീം തെക്വാ പിതൃയജ്ഞ വിനാശനാത് ആത്മാനമാത്മനാ പശ്യ ജ്ഞാനാനന്ദരസാത്മക എന്ന് പറഞ്ഞിട്ടാണ് ലളിതോപാഖ്യാനം തുടങ്ങുക. പുരാ, പണ്ട് ദാക്ഷായണിയെ പരിത്യജിച്ചിട്ട്, ദാക്ഷായണി എന്ന് പറഞ്ഞാൽ അറിയാലോ, ദക്ഷപുത്രിയായ ആ സതിയെ പരിത്യജിച്ചിട്ട് സതീമാതാവിൻ്റെ ശരീരഖണ്ഡത്തെ 64 കഷ്ണങ്ങളാക്കി മാറ്റിയിട്ട് എന്തു ചെയ്തു? പരമേശ്വരൻ തപസ്സിലിരുന്നു. ആത്മാവിൽ ഘടിപ്പിച്ചുകൊണ്ട് എവിടെ ഇരുന്നു? ഹരിദ്വാറിൽ ഗംഗാതീരത്തിരുന്നു. 64 ഖണ്ഡങ്ങളാക്കി മാറ്റപ്പെട്ട സതീമാതാവിൻ്റെ ശരീരമാവട്ടെ 64 ശക്തിപീഠങ്ങളായിട്ട് മാറി. പരോപകാരാർത്ഥമിതം ശരീരം എന്ന പോലെ. അതാണ് കാമാഖ്യ, ദേവിയുടെ യോനീപീഠമാണ്. ജെനിറ്റൽ ഓർഗൻ വീണ സ്ഥലമാണ് ഇത്, കാമാഖ്യ. അതാണ് തന്ത്രശാസ്ത്രത്തിൽ കാമാഖ്യയേക്കാൾ വലിയൊരു മണ്ഡലം ഭാരതത്തിലില്ല എന്ന് പറയുക. കന്യാകുമാരി മറ്റൊരു ശക്തിപീഠമാണ്, വൃന്ദാവനം മറ്റൊരു ശക്തിപീഠമാണ്. അപ്പോൾ അങ്ങനെയുള്ള ദേവിയെ പരിത്യജിച്ചും കൊണ്ട് ആരിയ്ക്കുകയാണ്? മഹാദേവൻ ഇരിക്കുകയാണ് തപസ്സിൽ മുഴുകിക്കൊണ്ട്. ആ കാലഘട്ടത്തിൽ കുറേ പ്രശ്നങ്ങൾ പ്രപഞ്ചത്തിലുണ്ടായി എന്നാണ്. ഒന്ന് താരകാസുരൻ്റെ ശല്യം, രണ്ടാമത്തത് ബ്രഹ്മദേവൻ കുറേ സൃഷ്ടി നടത്തിയപ്പോൾ ബ്രഹ്മാവിന് തോന്നി ഈ റിപ്പീറ്റേഷൻ, അതൊരു മടുപ്പാണ്. അത് അങ്ങനെയാണല്ലോ, എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു കുഴപ്പമാണ് അല്ലേ? ആരോട് ചോദിച്ചാലും അങ്ങനെയാ പറയുക. ഒരു പോലീസുകാരനോട് ചോദിച്ചു നോക്കും, എങ്ങനെയുണ്ട് സാറേ ജീവിതമൊക്കെ? അയ്യോ, റിട്ടയർ ആയിട്ട് വേണം ഒന്ന് സുഖമായിട്ട് ഇരിക്കാൻ അല്ലേ? ശബരിമല മേശാന്തിയോട് ചോദിച്ചു നോക്കൂ, മേശാന്തി അയ്യോ ഭഗവാനെ ഇനി വയ്യാണ്ടായിരിക്കണമെന്ന് പറയും. എല്ലാവരും അങ്ങനെയാണ്. ഒരു പണിയില്ലാണ്ട് ഒരു വീട്ടമ്മയോട് ചോദിച്ചു നോക്കി, എങ്ങനെയുണ്ട് ജാനകി എടുത്ത്? അയ്യോ എനിക്ക് വയ്യ, എൻ്റെ ഒരു പണിയില്ലേ, എന്നാലും പറയാം മതിയായി എന്നാ പറയാ. അപ്പം ഇത് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്. ബ്രഹ്മാവിൻ്റെ പ്രശ്നം നമ്മുടെയൊക്കെ പ്രശ്നമാണ്. അപ്പം ബ്രഹ്മാവ് എന്ത് ചെയ്തു? ബ്രഹ്മാവ് വിഷ്ണുവിനെ സമീപിച്ചു. വിഷ്ണു എന്ത് ചെയ്തു? ലക്ഷ്മിയെ ഒന്ന് കടാക്ഷിച്ചു. ലക്ഷ്മിയുടെയും വിഷ്ണുവിൻ്റെയും കടാക്ഷത്തിൽ നിന്ന് കാമദേവൻ ഉണ്ടായതാണ്. കാമദേവൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നെറ്റി ചുളിക്കരുത് കേട്ടോ, അതൊരു സെക്ഷുവൽ മോട്ടീവ് പദമല്ല. ദേവിയുടെ ഉപാസനാ മണ്ഡപത്തിലെ ആ രാജസദസ്സിലെ ശ്രീവിദ്യോപാസകനാണ് കാമദേവൻ. ആള് നിസ്സാരക്കാരനല്ല. കാമദേവൻ്റെ ശക്തി മുഴുവൻ ആരാണ്? ഭഗവതിയാണ്. അതാണ് സൗന്ദര്യലഹരിയിൽ നമ്മൾ കാണുക, ഒക്കെ പൂവാണു വില്ലും ശരമതു വെറുമഞ്ചാണു വണ്ടാണു ഞാണും തെക്കൻ കാറ്റാണു തേരും സുരഭി സമയമൊന്നെന്നാണു കാണും സുഹൃത്തും നിൽക്കട്ടെ ഏകാകിയാണെങ്കിലും ഐഗിരിജേ. ആ ഏകാഗിയായിട്ട് നിൽക്കുകയാണെങ്കിലും ആ ഭഗവതിയുടെ കടാക്ഷം കൊണ്ട് അനങ്കൻ സർവ്വലോകത്തെയും നിന്നു വെല്ലുന്നുവല്ലോ. അതായത് വില്ലും നമ്പൊക്കെ പൂക്കളെ കൊണ്ടാണ്, പക്ഷെ എന്നിട്ട് പോലും കാമദേവന്റെ പ്രഭാവം അമ്മയുടെ അനുഗ്രഹം കൊണ്ടുണ്ടായതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാമദേവൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ബ്രഹ്മാവിനോട് പറഞ്ഞു, അങ്ങ് കാമദേവനെ നോക്കിക്കോളൂ, കാമദേവനെ മുൻനിർത്തിക്കൊണ്ട് അങ്ങ് ഗംഭീരമായ തപസ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ സൃഷ്ടി തൻ്റേതല്ല, കർത്തൃത്വബോധം വിട്ടപ്പം പ്രശ്നം തീർന്നു. എല്ലായിടത്തും ഈ കുഴപ്പമുള്ളൂ, ഞാൻ എന്നുള്ള ഈ പിടി അങ്ങോട്ട് വിട്ടാൽ രക്ഷയായി. അങ്ങനെ സൃഷ്ടി ഒരു ഭാഗത്ത് നടന്നുകൊണ്ട് കാമദേവൻ്റെ ചര്യകളിലൂടെ ലോകം മുന്നോട്ട് നയിക്കപ്പെട്ടു. അപ്പോൾ ഈ താരകാസുരനെ ഇല്ലാതാക്കാനായിട്ട് എന്താ വേണ്ടതെന്ന് ആലോചിച്ചു. നമുക്കറിയാം അല്ലേ കഥ. ആ ഹരിദ്വാറിൽ ഗംഗാതീരത്തിരിക്കുന്ന പരമേശ്വരനെയും പാർവതീ മാതാവിനെയും തമ്മിൽ വേണ്ടതുപോലെ വിവാഹിതരാക്കാൻ വേണ്ടി പ്രപഞ്ചം ശ്രമിച്ചു. കാമദേവനും മലയമാരുതനും ചേർന്ന സ്ഥലത്തേക്ക് പോകുന്നു. അവർ ശിവ സ്വരൂപത്തിനെ വിക്ഷുബ്ധമാക്കാനുള്ള പ്രഭാവമുള്ളവരായിട്ട് മാറുന്നു. പാർവതീ മാതാവ് ചൊടിച്ചു. ശിവപെരുമാൾ കണ്ണു തുറന്ന് തപസ്സിൽ നിന്ന് ഉണർന്ന് തന്നെ നോക്കിയത് ശരിയായില്ല എന്നാണ് പാർവതി പറഞ്ഞത്. അല്ലാതെ പാർവതി ശിവപെരുമാളിനെ പാട്ടിലാക്കാൻ നടന്നവളൊന്നും ആയിരുന്നില്ല. അങ്ങനെ പിന്നീട് ഹിമവാന്റെ അടുത്ത് ചെന്നിട്ടാണ് ഈ വിവാഹം നടക്കുന്നത്. പക്ഷെ അതിനിടയിൽ ഒരു കുഴപ്പം പറ്റി. കാമദേവനെ തൻ്റെ തൃക്കണ്ണുകൊണ്ട് എരിച്ച ആ ചാമ്പൽ അവിടെ കിടന്നിരുന്നു. ആ ചാമ്പൽ ചിത്രസേനൻ എന്നു പേരായ ഒരാൾ
ശിവഭൂതഗണം എടുത്തൊരു പ്രതിമ ഉണ്ടാക്കി. അത് ശിവപെരുമാളിനെ കാണിച്ചു. ശിവപെരുമാളിനെ അത് കാണിച്ച സമയത്ത് ആ ശിവപെരുമാളിൻ്റെ ദൃഷ്ടി അതിലേക്ക് വന്നപ്പം ആ പ്രതിമയ്ക്ക് ജീവനുണ്ടായി. അത് കണ്ടപ്പോൾ ഭണ്ട് ഭണ്ട് ഭണ്ടെന്ന് ബ്രഹ്മാവ് മോൾന്ന് വിളിച്ചു പറഞ്ഞു. ഭണ്ടെന്ന് പറഞ്ഞാൽ കഷ്ടം. ആ ആളിൻ്റെ പേരാണെന്ത്? ഭണ്ഡാസുരൻ. അപ്പം നോക്കൂ, താരകാസുരനെ ഇല്ലാതാക്കാനായിട്ട് പരിശ്രമിച്ച ദേവന്മാർക്ക് അതില്ലാണ്ടായോ? ഇല്ല. അതിനേക്കാളും ഭീകരനായ മറ്റൊരാൾ ഉണ്ടായി. ഇതാണ് ജീവിതം. ഒരു പ്രശ്നം ശരിപ്പെടുത്തി വരുമ്പോഴേക്ക് അടുത്ത പ്രശ്നം റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ പ്രശ്നങ്ങളില്ലാത്തവൻ്റെ ജീവിതം നല്ല ജീവിതം എന്നല്ല എന്നർത്ഥം. പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ പലരെയും നിലനിർത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളേണ്ടതാണ്. അപ്പം അങ്ങനെയുള്ള ആ സംവിധാനം എവിടേക്കാണ് പോയത്? പിന്നീട് ആ കാമദേവൻ്റെ ചാമ്പലിൽ നിന്നുണ്ടായ ഭണ്ഡാസുരനെ ലോകകണ്ടകനായി പിന്നീട് നമ്മൾ കാണുകയാണ്. ഭണ്ഡാസുരനെ ഇല്ലാതാക്കാനായിട്ട് ദേവിയെ പ്രാർത്ഥിച്ചപ്പോഴാണ് എന്ത് ചെയ്തത്? ദേവന്മാർ ചരിത്രത്തിലാദ്യമായി മഹായാഗം നടത്തിയത്. അതാണ് ലളിതാ സഹസ്രനാമത്തിൽ നമ്മൾ കാണുക, മഹായാഗ ക്രമാരാധ്യ. അങ്ങനെ പഠിച്ചാലേ ഇത് മനസ്സിലാവുള്ളൂ. ഞാനിത് പറയണം എന്താ വെച്ചാൽ, ഈ ലളിതോപാഖ്യാനം ഒന്ന് പരിചയപ്പെടുത്താമെന്ന് മാത്രമേ ഇന്ന് വിചാരിച്ചിട്ടുള്ളൂ. കാരണം അത് പരിചയപ്പെട്ടാൽ നിങ്ങൾക്ക് ബാക്കി പഠിക്കാം. അങ്ങനെ ഒരു ഔട്ട്ലൈൻ ഇടാമെന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് ഇത് തീരുമൊന്നുമില്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പം അത് നോക്കിയാൽ എളുപ്പമായി. ലളിതോപാഖ്യാനം എന്ന് പറയുന്ന ഗ്രന്ഥം ഇന്നു മുതൽ അന്വേഷിക്കുക. അത് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ സഹസ്രനാമം നമുക്ക് അർത്ഥം പതുക്കെ മനസ്സിലായി തുടങ്ങും. ഇല്ലെങ്കിൽ മനസ്സിലാവില്ല, ഒരു കണക്ഷനും കിട്ടില്ല. ഈ ഭണ്ഡാസുരൻ എവിടുന്ന് വന്നു എന്നിപ്പോൾ മനസ്സിലായില്ലേ? അതാണ് ഈ 65-ാമത്തെ നാമം എന്ത് വന്നത്? ഭണ്ഡാസുരം വധോദ്യുക്തയായ ഭഗവതിയുടെ ചരിതങ്ങൾ പറയുകയാണ്. അപ്പം അങ്ങനെ ഗംഭീരമായിട്ടുള്ള യാഗത്തിൻ്റെ ഒടുവിൽ ശരീരബോധത്തെ നിശേഷം നശിപ്പിച്ച ദേവന്മാരുടെ മുൻപിലേ ദേവി വന്നുള്ളൂ. കാരണം യാഗകുണ്ഡത്തിലേക്ക് അവർ എത്രയോ പ്രാവശ്യം നെയ്യൊക്കെ കോരി ഒഴിച്ചിട്ടും ദേവി വന്നില്ല. അവസാനം സ്വന്തം ശരീരത്തിലെ മാംസമരിഞ്ഞ് ഹോമിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആര് വന്നത്? ദേവി വന്നതെന്നാണ്. അതിനർത്ഥം എന്താണ്? നമ്മൾ മാംസരിഞ്ഞ് ഹോമിക്കണം എന്നാണോ? അല്ല. അല്പമായ ഞാനെന്ന വികാരത്തെ അനൽപമായ എന്നിലേക്ക് ഞാൻ സമർപ്പിക്കുമ്പോഴാണ് ഭഗവതി പ്രത്യക്ഷപ്പെടുക. അല്പനായ ഞാൻ നശിക്കണം. എൻ്റെ ഞാനെന്ന വികാരവിചാരങ്ങൾ എന്നിൽ തന്നെ ഞാൻ ആഹൂതി ചെയ്യുമ്പോഴാണ് ദേവി പ്രത്യക്ഷപ്പെടുക എന്നർത്ഥം. അങ്ങനെ ആ ദേവി പ്രത്യക്ഷപ്പെട്ടു. ആ ദേവി പ്രത്യക്ഷപ്പെടുകയും യുദ്ധോത്സുകയായി മാറുകയും ചെയ്തു. അങ്ങനെ ആ യുദ്ധക്കളത്തിലേക്ക് ദേവി നിന്ന സമയത്താണ് എന്തുണ്ടായത്? ദേവിയുടെ ഓരോരോ ആയുധജാലങ്ങളിൽ നിന്ന് വിവിധങ്ങളായ ദേവതമാർ പ്രപഞ്ചത്തിലേക്ക് ജനിച്ചു. ഇത് ഉപാസനയുടെ ഒരു വലിയ രംഗഭൂമികയാണ്. അല്ലാതെ ഇതൊരു വെർബലി പഠിക്കേണ്ടത് മാത്രമല്ല. ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് ശ്രീവിദ്യോപാസകന്മാരുടെ പ്രസ്ഥാനത്രയം എന്ന് പറഞ്ഞിട്ട് 3 ഗ്രന്ഥങ്ങളാണ്. ഒന്ന് ലളിതോപാഖ്യാനം, രണ്ടാമത്തേത് പരശുരാമ കൽപ്പസൂത്രം, മൂന്നാമത്തേത് ലളിതാ സഹസ്രനാമം. ഈ 3 ഗ്രന്ഥങ്ങളാണ് ശ്രീവിദ്യോപാസനയുടെ അടിസ്ഥാന കോണ്ടക്സ്റ്റുകളായിട്ട് നമ്മൾ സാധാരണ പറയുക. ഇത് കൂടാതെ നമുക്കറിയാം, കേരളത്തിൽ യഥാർത്ഥത്തിലുള്ള ദേവി ഉപാസനയുടെ അടിസ്ഥാന ഗ്രന്ഥം പക്ഷേ ദേവി മഹാത്മ്യമാണ്. കാരണം ദേവി മഹാത്മ്യത്തിലെ ഒരു ശ്ലോകമെങ്കിലും, ദേവി മഹാത്മ്യം ഏതിലുള്ളതാണ്? മാർക്കണ്ഡേയ പുരാണത്തിലുള്ളതാണ്. മാർക്കണ്ഡേയ പുരാണത്തിൽ നിന്ന് അടർത്തി മാറ്റിയതാണ് ദേവി മഹാത്മ്യം. പക്ഷെ മാർക്കണ്ഡേയ പുരാണത്തിലുള്ള ഒരു ശ്ലോകമെങ്കിലും അറിയാത്ത ഒരാൾ പോലും ഈ സദസ്സിലിരിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ ചില അമ്മമാർ നോക്കണ്ട, അയ്യോ ഞങ്ങൾ മാർക്കണ്ഡേയ പുരാണമൊന്നും കണ്ടിട്ട് തന്നെ ഇല്ല, എന്നിട്ടാണ് വെറുതെ ഇങ്ങനെ ഓരോന്ന് പറയുക സന്ധ്യാനേരത്തില്ലേ. പക്ഷേ മാർക്കണ്ഡേയ പുരാണത്തിലെ ഒരു ശ്ലോകം അറിയോ? ഇല്ല എന്നാണ് നിങ്ങൾ പറയുക. പക്ഷെ ഞാനത് പകുതി ചൊല്ലിയാൽ ബാക്കിയുള്ളവരുടെ സംശയം ഇപ്പം തന്നെ തീരും. ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ ബാക്കി നിങ്ങൾ മാർക്കണ്ഡേയ പുരാണത്തിലെ ശ്ലോകം ചൊല്ലുന്നത് നിങ്ങൾ കേട്ടോളൂ. സർവമംഗളം. അതെങ്ങനെയാ വന്നേ? നടന്നു വന്ന് ഇരുന്നവരൊക്കെ ചൊല്ലാൻ തുടങ്ങി അല്ലേ? സർവമംഗളമാംഗല്യേ ശിവേ സർവ. അതെവിടെ ഉള്ളതാണ്? അത് ദേവീ മഹാത്മ്യത്തിലുള്ളതാണെന്ന് ചിലർക്കൊന്നും അറിയില്ല. അത്രത്തോളം രൂഢമൂലമാണ് ഈ മണ്ണിലെ ദേവീ മഹാത്മ്യത്തിൻ്റെ വേരുകൾ. എല്ലാ വീട്ടിലും ഉണ്ടായിരുന്നു ദേവി മഹാത്മ്യ ജപം. പക്ഷെ പിന്നീട് ആരൊക്കെയോ ചേർന്ന് നമ്മളോട് പറഞ്ഞു അതാർക്കും ജപിക്കാൻ പാടില്ല, അത് കെട്ടിപ്പൊതിഞ്ഞ് വെക്കാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറ്റിക്കുകയാണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ വേണ്ടതുപോലെ പഠിക്കാൻ
ആരും ശ്രമിക്കാത്തതും അതിൻ്റെ അപജയത്തിനൊരു കാരണമാവാം. പിന്നെ അതിൻ്റെ രഹസ്യ സ്വഭാവവും അന്തഃപുരത്തിലെ സ്ത്രീ എന്ന പോലെയാണ്. പ്രാപിക്കാൻ വളരെ 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 ബുദ്ധിമുട്ടാണ് ഇത്തരം ഗ്രന്ഥങ്ങളെ. കാരണം ദേവിയുടെ അസാധാരണമായ കൃപയുണ്ടെങ്കിൽ മാത്രമാണ് ഇതിലൂടെ നമുക്ക് കടന്നു പോകാൻ സാധിക്കുക. അപ്പം അതാണ് ഇവിടെ പറഞ്ഞത്. ദേവിയുടെ കയ്യിലുള്ള അതിഗംഭീരമായിരിക്കുന്ന ആനത്തോട്ടി, അങ്കുശത്തിൽ നിന്നൊരു ദേവി ഉണ്ടായി യുദ്ധക്കളത്തിൽ. അതാണ് ആര്? സമ്പത്കരി. ഈ പദം കേട്ടിട്ടില്ലേ? എന്താ പറഞ്ഞത്? സമ്പത്കരി സമാരൂഢ സിന്ധുരവ്രജ സേവി. സിന്ധൂര എന്നാ ചിലർ പറയുക, അങ്ങനെയല്ല കേട്ടോ. സിന്ധുര, സിന്ധുര. സിന്ധുര എന്ന് പറഞ്ഞാൽ പിടിയാന എന്നാണ്. അപ്പം സമ്പത്കരി എന്ന് പറയുന്ന ദേവത പിടിയാനപ്പുറത്ത് സഞ്ചരിക്കുക. പിടിയാനപ്പുറത്ത് സഞ്ചരിച്ചുകൊണ്ട് ആ ആനക്കൂട്ടങ്ങളുടെ നടുവിൽ ഉഗ്ര സ്വരൂപിണിയായിട്ട് വന്ന ദേവിയാണ് ആര്? സമ്പത്കരി എന്ന ദേവി. അപ്പോൾ നമ്മളതിൽ കാണും 66ാമത്തെ നാമാണ് സമ്പത്കരി സമാരൂഢ സിന്ധുരവ്രജ സേവിതായേ നമഃ. സമ്പത്കരി എന്ന് പറഞ്ഞാൽ ഒരു ഭക്തനെ സമ്യക്കാം വിധത്തിലുള്ള പദത്തിലേക്ക് നയിക്കുന്നവൾ എന്നാണ് അർത്ഥം. ഒരു സാധന തുടങ്ങുമ്പോൾ ആ ഭക്തൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ട ത്രിപുടി ഒഴിഞ്ഞു വരേണ്ട ഭാവത്തെയാണ് ഇവിടെ സമ്പത്കരി എന്ന് പറയുക. സാധനയാണ് ഇത് മുഴുവനും. ഒരു ഗുരുനാഥൻ്റെ അടുത്ത് ചെന്ന് മാഘപൗർണിമ ദിവസം തൻ്റെ കാൽനഖേന്ദു മരീചികയിലെ മണൽത്തരി പോലും ഗുരുനാഥൻ്റെതാണെന്ന് സങ്കല്പിക്കുമ്പോൾ ആ ഗുരുനാഥൻ നമ്മളോട് കൂടെ നിൽക്കാൻ പറയും. അങ്ങനെ നിന്ന് കഴിയുമ്പോൾ നമ്മൾ അറിയാതെ നമ്മളിലുള്ള ദേവത ഏതാണെന്ന് ഗുരു തിരിച്ചറിയും. അങ്ങനെയാണ് ദീക്ഷാക്രമങ്ങൾ തുടങ്ങുക. അങ്ങനെയാണ് മന്ത്രശരീരം എന്ന് പറയുന്ന ശരീരത്തിലേക്കുള്ള യാത്ര തുടങ്ങുക. വിപുലമായ തന്ത്രപദ്ധതികൾ അതിലുണ്ട്. കേരളത്തിൽ പ്രത്യേകിച്ച് ശുഭാഗമ പഞ്ചകം അനുസരിച്ചുള്ള മിശ്രം, കൗളം, സമയം തുടങ്ങിയിരിക്കുന്ന പദ്ധതികൾ ഇവിടെ നിലവിലുണ്ടായിരുന്നു. കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ 3 സ്കൂളാണ് ശ്രീവിദ്യയ്ക്ക് ഉണ്ടായിരുന്നത്. ഒന്ന് രാജഹംസാശ്രമം, കോട്ടയത്തിനടുത്ത് കറകച്ചാലിൽ, അത് ഇന്ന് കാണുന്നില്ല. അവിടെ ഗംഭീരമായിരിക്കുന്ന ശ്രീവിദ്യയുടെ മണ്ണായിരുന്നു അത്. രണ്ടാമത്തേത് മത്സ്യേന്ദ്രനാഥ ഭൈരവ ഗോരഖനാഥൻ്റെ സമ്പ്രദായം. മൂന്നാമത്തേത് മലബാറിൽ സിദ്ധ സമ്പ്രദായം. ഇതൊക്കെ ഇപ്പോഴും നിലവിലുണ്ടാവാം, നമുക്കറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. തമിഴ്നാട്ടിൽ ധാരാളം മണ്ഡലികൾ കാണാം. ഇപ്പോൾ നീലകണ്ഠ മഹാദേവ ജോഷി അവരുടെ ഗംഭീരമായിരിക്കുന്ന ഒരു പരമ്പര കേരളത്തിൽ ശ്രീവിദ്യോപാസനയിൽ ഇപ്പോഴും ഗംഭീരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. മാധവജിയുടെ പള്ളത്താശാൻ്റെയും അതുപോലെ കൽപ്പാത്തി ആ പരമ്പരയിലുള്ള അപ്പയ്യാദീക്ഷിതരുടെ പരമ്പര, അത് വളരെ ഗംഭീരമായിട്ട് കേരളത്തിൽ ഇന്നും പ്രബലമായിട്ടുള്ളൊരു പരമ്പരയാണ്. അതുപോലെ ഗുഹാനന്ദ മണ്ഡലി, ശ്യാമാമണ്ഡലി തുടങ്ങിയിരിക്കുന്ന മണ്ഡലികളൊക്കെ ശ്രീവിദ്യോപാസനയിൽ വളരെ ഗംഭീരമായ സ്കൂളാണ്. ട്രിച്ചിയിലുള്ള ലളിതാ മഹിളാ സമാജം, വിദ്യാംബ സരസ്വതി മാതാജിയുടെ സമ്പ്രദായ പരമ്പര, അത് ശിവാനന്ദ സ്വാമിയുടെ പരമ്പരയാണ്. അപ്പം നമ്മൾ ഇപ്പോഴും ഇരുട്ടിലാണ് നമ്മളിപ്പോഴും. കാരണം സ്ത്രീകൾക്ക് പൂജ ചെയ്യാമോ എന്ന് ചോദിക്കുന്ന സമാജമാണ് ഇപ്പോഴും നിലവിലുള്ളത്. അതാണ് കഷ്ടം. ഒരു പുരുഷൻ തപസ്സു ചെയ്യുന്നതിൻ്റെ 1/10 അംശം മതി യഥാർത്ഥത്തിൽ ഒരു സ്ത്രീക്ക് നേരെയാവാൻ എന്നാണ്. പക്ഷെ നമ്മൾ സമ്മതിക്കുകയോ? നമ്മൾ സമ്മതിക്കില്ല. തരണനെല്ലൂരിൻ്റെ ഇല്ലത്തൊരു കുട്ടി തന്ത്രിയായ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് കൂടെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. ശിവാനന്ദ സ്വാമിയുടെ പഴയ കഥ അതുപോലെയാണ്. ശിവാനന്ദ സ്വാമിയും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരിക്കുന്ന നരസിംഹഭാരതി സ്വാമിയോട് പറഞ്ഞത് തമിഴ്നാട്ടിലേക്ക് പോയിട്ട് പെൺകുട്ടികളെ പൂജ പഠിപ്പിക്കാനാണ്. ഇവിടെയുള്ള മാതിരി അല്ല. തമിഴ്നാട്ടിൽ, ഞാൻ താമസിക്കുന്ന തമിഴ്നാട്ടിലാണ് കുറച്ച് കാലമായിട്ട്. അപ്പോൾ നമുക്കറിയാം വളരെ ഈ പറയുന്ന എന്താ പറയുക, ജാതി, മതം, വർണ്ണം, വർഗം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും വൈഷ്ണവന്മാർ ലളിതാ സഹസ്രനാമം ജപിക്കാത്ത സ്ഥലങ്ങൾ തമിഴ്നാട്ടിലുണ്ട്. അത്രയും ഇപ്പോഴും മാറിയിട്ടില്ല ആളുകൾ പല ദിക്കിലും. അപ്പം അന്നത്തെ കാലത്ത് വളരെ ബുദ്ധിമുട്ടാണ്. സ്ത്രീകളെ ആരും പൂജ പഠിപ്പിക്കാനായിട്ട് വിട്ടില്ല. അദ്ദേഹം തമിഴ്നാട് മുഴുവൻ അരിച്ചു പെറുക്കി, ചെന്നൈ തുടങ്ങിയിട്ട് നാഗപട്ടണം, പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മന്നാർഗുഡി, അങ്ങനെ നടന്ന് അദ്ദേഹം അന്വേഷിച്ചിട്ട് ഒരാളെപ്പോലും കിട്ടിയില്ല പൂജ പഠിക്കാനായിട്ട്. അവസാനം അദ്ദേഹം ട്രിച്ചി വഴി കയറി കണാടു കണ്ടേനൊക്കെ വന്നിട്ട് അവസാനം അദ്ദേഹം നാഗർകോവിലിൽ തൻ്റെ പര്യടനം അവസാനിപ്പിച്ചു. ആരെയും കിട്ടിയില്ല. അവസാനം അനാഥകളായ 5 പെൺകുട്ടികൾ അദ്ദേഹം ദത്തെടുത്തു. 16 വർഷക്കാലം അവരെ പൂജ പഠിപ്പിച്ചു. പൂജ എന്ന് പറഞ്ഞാൽ മഹാചണ്ഡികാ ഹവനം ഉൾപ്പെടെ നവചണ്ഡിക ഉൾപ്പെടെ പഠിപ്പിച്ചു. ലളിതാഗ്നിയാഗം, ജയദുർഗായാഗം, ലളിത മഹായാഗം, ഇതൊക്കെ പഠിപ്പിച്ചു. നിസാരമായ ക്രമങ്ങളിലായിരുന്നില്ല.
സൗഭാഗ്യ കൽപ്പദ്രുമം എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്, സൗഭാഗ്യമഞ്ജരി, സൗഭാഗ്യ കൽപ്പലത. അതിൽ ഉള്ള പൂജാപദ്ധതികളാണ് യാഗക്രമങ്ങൾ വർണ്ണിക്കുക. അപ്പോൾ യാഗങ്ങൾ പലതരത്തിലുണ്ട്. വൈദിക യാഗമുണ്ട്, സാമ്പ്രദായികമായിട്ട് താന്ത്രിക യാഗങ്ങളുണ്ട്. വൈദിക യാഗത്തിൻ്റെ ക്രമം സോമയാഗം, അഗ്നിഷ്ടോമം, അത്യഗ്നിഷ്ടോമം, വാജപേയം, അതിരാത്രം, ഉഗ്ധ്യം, ഷോഡശി തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളുടെ ക്രമം പറയുന്നത് കാർത്യായന യജ്ഞ പദ്ധതിയിലാണ്. ഇതിൽ തിരിച്ചാണ്. ഇതിൽ തന്ത്രശാസ്ത്രത്തിലെ യാഗങ്ങളുണ്ട്. അതിൽ പ്രബലമായ യാഗമാണ് ലളിത മഹായാഗം. ആ യാഗത്തിൻ്റെ ക്രമം പറയുന്നത് സൗഭാഗ്യ കൽപ്പദ്രുമത്തിലാണ്. അത് ഭാസ്കരരുടെ വ്യാഖ്യാനം ഉണ്ട് ആ ഗ്രന്ഥത്തിന്. അതൊക്കെ അവരെ പഠിപ്പിച്ചു. അങ്ങനെ ഒരു ദിവസം ട്രിച്ചിയിൽ ഇങ്കോയിമല, ഇങ്കോയിമല എന്ന് പറയുന്ന സ്ഥലത്ത് ഈ യാഗം ഡിക്ലെയർ ചെയ്തു. കുളിത്തല എന്ന് പറയുന്ന സ്ഥലത്ത് തമിഴ്നാട് മുഴുവനും ഇളകി മറിഞ്ഞു. ഈ കുട്ടികളെയും സ്വാമിയെയും കൊല്ലും എന്ന ആളുകൾ വാളും കത്തിയും മാരകായുധങ്ങളുമായിട്ട് പൊട്ടിപ്പുറപ്പെട്ട് വണ്ടികളിൽ വന്നു. പക്ഷേ അഗ്നിജ്വാലകൾ പോലെ ഹോമകുണ്ഡത്തിൻ്റെ മുകളിലിരുന്ന് ജ്വലിക്കുന്ന ഈ പെൺകുട്ടികളെയും അവരുടെ തപസ്സിനെയും സ്വാമിയുടെ തപസ്സിനെയും വകവയ്ക്കാൻ അവർ തയ്യാറായി. അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവരെല്ലാവരും അവിടുത്തെ ആശ്രിതന്മാരായി മാറിയ കഥ ചരിത്രമായി. അവർ പിന്നെ നാട്ടിലൊക്കെ നടന്ന് പിരിവെടുത്ത ആ യാഗം ഗംഭീരമാക്കാനാണ് പരിശ്രമിച്ചത്. അന്നദാനമൊക്കെ തുടങ്ങി ഗംഭീരമായിട്ട് ആ യാഗം പര്യവസാനിച്ചു. ഇന്നും നിങ്ങളൊക്കെ പോവേണ്ടതാണ് ആ സ്ഥലത്ത്. എത്രയോ 10,000-3000 പെൺകുട്ടികളുടെ വിദ്യാലയമൊക്കെ പ്രവർത്തിക്കുന്ന ലളിതാ മഹിളാ സമാജം എന്നു പേരായിട്ട് അമ്പാജിമാർ മാത്രമാണ്, സ്ത്രീകൾ മാത്രമാണ് അവിടെ. കാരണം ഭാരതത്തിലെ ഇന്ന് നിലവിലുള്ള ശ്രീവിദ്യയുടെ ഏറ്റവും പ്രബലമായൊരു സ്കൂളാണ് ലളിതാ മഹിളാ സമാജം. ഇത് ഞാൻ പറയാൻ കാരണം സ്ത്രീകൾക്ക് പൂജ പാടുണ്ടോ എന്ന ചോദ്യമൊക്കെ അസ്ഥാനത്താണ്. പക്ഷെ എന്ത് വേണം, ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെതായ ധർമ്മവും നിഷ്ഠയും നിർബന്ധമായും പരിപാലനം ചെയ്യുകയും കൂടെ വേണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് സാധനാമാർഗം എന്ന് പറയുന്നത് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ തന്നെ കരഗതമാണ്. അതുകൊണ്ടാണ് അഗസ്ത്യ മഹർഷിയിലൂടെ വന്ന സമ്പ്രദായം ശ്രീവിദ്യയിലുണ്ട്. അഗസ്ത്യനെ പോലെ തന്നെ ലോപാമുദ്ര ഇവിടെ ഒരു സമ്പ്രദായം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മൾ കാതി എന്നും ഹാദി എന്നും കഹാദി എന്നും സാദി എന്നൊക്കെ ശ്രീവിദ്യയിൽ ഈ സംസ്കാര സമ്പ്രദായങ്ങളെ ഭേദപ്പെടുത്തിയിട്ടാണ് പറയുക. ശ്രീവിദ്യ എന്ന് പറയുന്നത് പറയാനുള്ളൊരു വിഷയമല്ലാത്തത് കൊണ്ട് അതിൻ്റെ ഉള്ളറകളിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ഇപ്പം ഗൗഡപാദ പരമ്പരയുണ്ട് ശ്രീവിദ്യയിൽ. അതിൽ വളരെ ഗംഭീരമായിരിക്കുന്ന ശ്രീവിദ്യാ സമർപ്പണമൊക്കെ ഉണ്ട്. അതായത് തൻ്റെ ശരീരത്തെ വൈഷ്ണവ ശരണാഗതി പോലെ എല്ലാം കഴിഞ്ഞിട്ട് ഭഗവതിയിൽ ലയിപ്പിക്കുന്ന പദ്ധതികൾ വരെ അവരതിനകത്ത് പറയുന്നുണ്ട്. അപ്പം അതിൽ ആദ്യത്തെ പടവാണ് സമ്പത്കരി സമാരൂഢ സിന്ധുരവ്രജ സേവിതയായ ഭഗവതിയിലേക്കുള്ള യാത്ര. ആനക്കൂട്ടം എന്ന പോലെ മതമിളകി നിൽക്കുന്ന എൻ്റെ ശരീര ഇന്ദ്രിയാവബോധങ്ങളെ അല്ലയോ ഭഗവതി അവിടുന്ന് ത്രിപുടി ഒഴിഞ്ഞ ഭാവത്തിലേക്ക്. കൗളഗുരുവായ സുബ്രഹ്മണ്യ സ്വാമിയുടെ കയ്യിലൊരു വെയിലുണ്ട്, കണ്ടിട്ടില്ലേ? ആ വെയിലിന് ഒരറ്റയുള്ളൂ. സത്വരജ തമോ ഗുണങ്ങൾ അവിടെ ഇല്ല. സൃഷ്ടിസ്ഥിതി സംഹാര വേർതിരിവുകളില്ല. ഒറ്റ അഗ്രം, വേലായുധം എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറയുന്നത്. 6 പട്ടയി വീടിൻ്റെ നാഥനാണ്, 6 ആധാരങ്ങളുടെ മൂർത്തിയാണ്. വെർബലി ഇതൊന്നും പഠിക്കരുത് കേട്ടോ. വെർബലി പഠിച്ചാൽ നമ്മൾ എവിടേക്ക് എത്തുന്ന ആർക്കും പറയാൻ പറ്റില്ല. 6 പട്ടയി വീടെന്ന് പറയുന്നത് ബാറ്റിൽ ഫീൽഡ് അല്ല, അത് നമ്മളോട് തന്നെ ചെയ്യേണ്ട യുദ്ധത്തിൻ്റെ നാഥനാണ് കൗളഗുരുവായ സുബ്രഹ്മണ്യൻ എന്നാണ് പറയുക. യോഗമൂർത്തിയാണ്. അതാണ് ഭോഗസമ്പ്രദായം. ശ്രീവിദ്യയിൽ ഏറ്റവും സമുന്നതമായിരിക്കുന്ന ഒരു പദ്ധതി സുബ്രഹ്മണ്യ സ്വാമിയുടേതായിട്ടുള്ള പദ്ധതി ഉണ്ട്. അത് ഗോപ്യമാണ്, രഹസ്യവുമാണ്. അപ്പം അങ്ങനെയുള്ള ഏകാഗ്രതയുടെ ഒരു പടവ് വെച്ച് കഴിഞ്ഞാൽ അടുത്ത നാമാണ് എന്ത്? അശ്വാരൂഢാധിഷ്ഠിതാശ്വകോടി കോടിഭിരാവൃത. ദേവിയുടെ കയ്യിലുള്ള പാശത്തിൽ നിന്ന് ആരുണ്ടായി? അശ്വാരൂഢ എന്ന ഭഗവതി ഉണ്ടായി. അപ്പം അശ്വാരൂഢ എന്ന് പറഞ്ഞാൽ ആരാണ്? കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന ദേവിയാണ്. പുലായുധമെന്നും അർദ്ധപുലായുധമെന്നും പേരുള്ള ഹേഷാതരംഗിതകളായ കുതിരക്കുളമ്പടികളുടെ ആ അസാധാരണമായിരിക്കുന്ന പടക്കളത്തിലെ നാദങ്ങൾ രഞ്ജിപ്പിച്ചുകൊണ്ട് ഭണ്ഡാസുരനെ വിറപ്പിക്കുന്ന യുദ്ധക്കളം ഒരുങ്ങി. ആരിലൂടെ? അശ്വാരൂഢയിലൂടെ. അപ്പം അശ്വാരൂഢ കുതിരപ്പുറത്ത്. കുതിര എന്ന് പറഞ്ഞാൽ പ്രാണനാണ്. അപ്പോൾ ഒരു സാധകൻ തൻ്റെ പ്രാണശക്തിയേറിക്കൊണ്ട് തൻ്റെ ഉള്ളിലുള്ള ശൂന്യക കൊട്ടാരത്തിൽ വസിക്കുന്ന ഭണ്ഡാസുരനെ വധിക്കാനുള്ള യാത്രയാണ് എന്ത്? ലളിതാ സഹസ്രനാമം.
അല്ലാതെ നമ്മൾ ആരോ എന്തോ ചെയ്യല്ല. ഇത് കഴിയുമ്പോൾ ഒരു യുദ്ധം കഴിയുന്നുണ്ട്. ഇത് കഴിയുമ്പം നമ്മൾ റെക്ടിഫൈഡ് ആവുകയാണ്. അതാണ് ഇവിടെ പറഞ്ഞത്, ചക്രരാജരഥാരൂഢ. ദേവിയുടെ രഥത്തിൻ്റെ പേരാണ് ചക്രരാജരഥം. അത് ശ്രീചക്രം തന്നെയാണ്. മഹാമന്ത്രിണിമാരായിട്ട് 2 പേരാണ് ലളിതാ പരമേശ്വരിക്കുള്ളത്. അതാരാണ്? ഒന്ന് മഹാവാരാഹി ദേവിയും രണ്ടാമത്തേത് രാജമാതംഗി ദേവിയും. ഒരിക്കലും മഹാവാരാഹി ദേവിയുടെ മന്ത്രങ്ങൾ പകല് ജപിക്കുക പതിവില്ല. ഇന്നത്തെ കാലത്ത് യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ മഹാവാരാഹി ദേവിയുടെ മന്ത്രങ്ങളെ കൊണ്ടുള്ള കളിയാണ്. ഇത് അടുത്ത കാലത്ത് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. 2 കൈയും തൊഴുതുകൊണ്ട് പറയുകയാണ്, ദയവ് ചെയ്ത് ഒരു മന്ത്രവും ഇത്തരം മീഡിയാസ് വഴി ജപിക്കരുത്, അത് അനർത്ഥങ്ങൾ ഉണ്ടാക്കും. കാരണം 2 ദേവതകളുണ്ട്. ഒന്ന് വാരാഹി ദേവി, അത് സപ്തമാതൃക്കളിലുള്ള വാരാഹി ദേവിയാണ്. അത് വരുന്നത് മാർക്കണ്ഡേയ പുരാണത്തിൽ തന്നെ ഭദ്രകാളി മഹാത്മ്യം എന്ന ഗ്രന്ഥമുണ്ട്. കശ്മീര ദേശത്ത് ചന്ദ്രസേന മഹാരാജാവിൻ്റെ കഥയിൽ വരുന്ന കഥയിലാണ് ചാമുണ്ട എന്നു പേരായിട്ടുള്ള ദേവി ഉൽപ്പന്നയാവുന്ന കഥയിൽ ആദ്യം ബ്രഹ്മാവിൻ്റെ ശക്തിയായി ബ്രാഹ്മി, മഹേശ്വരൻ്റെ ശക്തിയായി മാഹേശ്വരി, നരസിംഹമൂർത്തിയുടെ ശക്തിയായി നാരസിംഹി, യമൻ്റെ ശക്തിയായി വാരാഹി അവർ കടന്നു വരുന്നത്. അത് നമ്മുടെയൊക്കെ ക്ഷേത്രത്തിൽ കണ്ടുണ്ടാവും. സപ്തമാതൃക്കളെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ആ വാരാഹി ദേവി അല്ല ശ്രീവിദ്യയിലെ മഹാവാരാഹി ദേവി. രണ്ടും 2 ദേവതകളാണ്. മഹാവാരാഹി ദേവിയുടെ മന്ത്രങ്ങൾ രാത്രിയിലല്ലാതെ ശ്രീവിദ്യയിൽ പതിവില്ല. ജപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പാടില്ല, അത് അനർത്ഥങ്ങൾ ഉണ്ടാക്കും. കാരണം മറ്റൊന്നുമല്ല, ബഹിർ ശബ്ദാനവിദ്ധ സമാധിയിലേക്കാണ് ഈ ദേവി നമ്മളെ നയിക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ ജപിക്കാൻ പാടില്ല എന്ന് പറയാം? പകല് പലതായി കാണുന്ന വസ്തുക്കളെ രാത്രിയുടെ ഇരുട്ടിൽ ഒന്നായി കാണിക്കുന്ന ദ്വൈതത്തിൽ നിന്ന് ഏകതാനതാബോധത്തിലേക്കുള്ള മനസ്സിൻ്റെ ഘനീഭൂത ഭാവത്തിൽ അവനവൻ്റെ അഹങ്കാരം നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് മഹാവാരാഹി ദേവിയെ ഭജിക്കാൻ നമ്മൾ പ്രാപ്തരാകുന്നത്. അല്ലെങ്കിൽ നമ്മൾ സ്കാറ്റേഡ് ആവും, നമ്മുടെ ബോധം സ്കാറ്റേഡ് ആവും. കാരണം ഇത് ഒരു പ്ലാൻഡ് കെണിയാണ് ശ്രീവിദ്യ എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല. ഒരു പ്ലാൻഡ് കെണിയാണ്. ഇതിലേക്ക് കടക്കാതിരിക്കണതാണ് നല്ലതെന്ന് അതുകൊണ്ടാണ് മഹാത്മാക്കൾ പറയുക. ശ്രീ എന്ന പദത്തിന് വിഷം എന്നൊരർത്ഥം കൂടിയുണ്ട്. ഇപ്പം പല ദിക്കുകളിലും കാണുന്നുണ്ട്, മദ്യം കഴിക്കാൻ വേണ്ടി, മാംസം കഴിക്കാൻ വേണ്ടി ഭഗവതിയെ കരുവാക്കുക. ഹോ നാരായണ ഗുരുവായൂരപ്പ. ഓരോ ആശ്രമങ്ങളിൽ പശു സമാനമായി കഴിഞ്ഞവരെ ഉദ്ധരിക്കാനാണ് കൗളമാർഗ തൽപര സേവിതായേ നമ എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ തന്നെ അറിയാം, ഇപ്പം രുചിത്വ വിധാനത്തിൽ പ്രവർത്തിക്കുന്ന ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട്. ദക്ഷജിത്ത്, ദാരികാജിത്ത്, രുചിത്ത്. അഭിനവഗുപ്ത പാദാചാര്യരെ പോലെ, കല്ലടനെ പോലെ, വസുഗുപ്തനെ പോലെ, ക്ഷേമരാജനെ പോലെ, സുമതിനാഥനെ പോലെ, മുകുളനെ പോലെ, അവരുടെ എല്ലാം അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള അസാധാരണമായിരിക്കുന്ന കശ്മീര ശൈവിസത്തിൻ്റെ പ്രത്യഭിജ്ഞാ പദ്ധതിയുടെ ഉപജ്ഞാതാവായ അഭിനവഗുപ്ത പാദാചാര്യരുടെ ദർശനം കശ്മീര ശൈവിസം അദ്വൈതബോധത്തിനും അതീതമായി അവധൂത ആനന്ദബോധത്തിലേക്ക് നമ്മളെ നയിച്ചൊരു വഴിത്താരയാണത്. അവരുടെ പദ്ധതിയുണ്ട്, പ്രകാശവിമർശങ്ങളിലൂടെ പോയ അവരുടെ പദ്ധതി. അതിൽ കശ്മീര ശൈവന്മാർ ഉപാസിക്കുന്ന ഒരു പദ്ധതിയാണ് അനാഖ്യാചക്രോപാസന. അനാഖ്യാചക്രോപാസനയിൽ 13 കാളികളാണ്. ഗുഹ്യകാളി, വാമകാളി, ദക്ഷിണകാളി, ഇതെല്ലാം ഒന്നല്ല. ഈ കാളികളെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഉപാസന ബോധത്തിൻ്റെ, കോൺഷ്യസ്നെസ്സിൻ്റെ കളിയാണിത്. കാരണം ശിവപെരുമാളിൻ്റെ നെഞ്ചിൽ ചവിട്ടി നിൽക്കുന്ന കാളിയുടെ കാല് വലത്തുകാലാണെങ്കിൽ ആ കാളിക്ക് പറയുന്ന പേര് ദക്ഷിണകാളിക എന്നും, ഇടത്തുകാലാണെങ്കിൽ വാമകാളി എന്നും, ശംഭുദ്ധ എന്ന കാളിയും ശംഭുസ്ഥ എന്ന കാളിയും ഒക്കെ ഉണ്ട്. എല്ലാ കാളിയെയും കൂടെ കൂട്ടി ഉപാസിക്കാൻ പറ്റില്ല. ഈ അടുത്ത സമയത്ത് തന്നെ ഒരു ഭദ്രകാളി സഹസ്രനാമം കേരളത്തിലെ പ്രബലമായിട്ടുള്ള ഒരു പ്രസാധകർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കണ്ടു. അത് ശ്മശാനകാളിയുടെ സഹസ്രനാമമാണ്. അവർക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ്. നമുക്ക് ആവശ്യമില്ലാത്തതാണ് പലതും. ഗുരുനാഥന്മാരിൽ നിന്നാണ് ചിലതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ രുചിത്ത് എന്ന് പറയുന്ന വിധാനത്തിൽ മഹാർത്ഥമഞ്ജരി എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. അത് ഒരു പുസ്തകത്തിൻ്റെ പേരാണ് മഹാർത്ഥമഞ്ജരി. തന്ത്രപദ്ധതിയിൽ മഹാർത്ഥം എന്നാണ് പറയുക, മഹാർത്ഥ പൂജ എന്ന് അതിന് പറയുക. അപ്പോൾ ആ മഹാർത്ഥ പൂജ ചെയ്യുന്ന സമയത്ത് ശ്രീവിദ്യയിലെ ന്യാസങ്ങൾ അറിയാവുന്നവർക്ക് മാത്രമാണ് മഹാർത്ഥം കഴിക്കാൻ പറ്റുക. അതാണ്
ഈ കാശ്മീര ശൈവിസത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടു എന്ന് പലരും വിശ്വസിക്കുന്ന ഒരു രുചിത്വ വിധാനം, യഥാർത്ഥത്തിൽ അതിന് കാശ്മീര ശൈവിസം മാത്രമല്ല, കർണാടകയിലെ സപ്തമാതൃ സമ്പ്രദായങ്ങളും ഒക്കെ ആയിട്ട് അതിന് ബന്ധമുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം എന്തായാലും അങ്ങനെയുള്ള കാവുകളുണ്ട് കേരളത്തിൽ. മത്സ്യമാംസങ്ങൾ ഉപയോഗിച്ച് പൂജ ചെയ്യുന്നില്ലേ എന്ന ചോദ്യം അസ്ഥാനത്തായ ചോദ്യമാണ്. കാരണം ഒരു ദ്രവ്യത്തിനും തമ്മിൽ ഭേദമില്ല എന്ന പൂർണ്ണ ബോധ്യമുള്ളവൻ കാണിക്കുന്ന സർക്കസ് മനസ്സിലായില്ല. മായിയമ്മയെ പോലുള്ള ഒരാൾ കന്യാകുമാരിയിൽ നടക്കുന്ന കാലഘട്ടത്തിൽ ചെളിയും ചേറും ചന്ദനവും ചീഞ്ഞ വസ്തുക്കളും ഒരുപോലെ കണ്ടു. അത് വാരി കൊട്ടയ്ക്കകത്തിട്ടു, കുറേ താൻ തന്നെ കഴിച്ചു. ഇത് കെട്ടുകഥയല്ല കേട്ടോ. എൻ്റെ അമ്മയുടെ വൈഫിൻ്റെ ഒക്കെ അമ്മയൊക്കെ മായിയമ്മയെ കണ്ടിട്ടുള്ളവരാണ്, അവരുടെ കൂടെ നടന്നിട്ടുള്ളവരാണ്. അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു മായിയമ്മയ്ക്ക്. അവധൂത സിദ്ധയാണ്. അവധൂത സിദ്ധയായ മായിയമ്മ കന്യാകുമാരിയിൽ വരുന്ന സമയത്ത് ആരും അവരെ ശ്രദ്ധിച്ചിരുന്നില്ല. ഒരു ദിവസം ആ അമ്മ ഇങ്ങനെ വളരെ ഒരു ഭിക്ഷക്കാരിയെ പോലെ ചിലപ്പോൾ തുണിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് വീഴും, നഗ്നയായിട്ടൊക്കെ ആരും ശ്രദ്ധിക്കില്ല. അങ്ങനെയായിരുന്നു. ഒരു ദിവസമാണ് ആ അമ്മയുടെ അടുത്തുണ്ടായിരുന്നൊരു നായക്കുട്ടി റോഡുമ്മ കൂടെ പോയൊരു വണ്ടി കയറിയിട്ട് രണ്ടായിട്ട് വയറ് പിളർന്നത്, അത് അന്ത്യശ്വാസം വലിച്ചു. ഈ അമ്മ പെട്ടെന്ന് വന്നപ്പം ഈ നായ വഴിയിൽ കിടക്കണം. നായ വഴിയിൽ കിടന്ന് ആരും എടുക്കൊന്നുമില്ലല്ലോ, അറച്ചിട്ട് എടുക്കില്ല. ഈ അമ്മ വന്നിട്ട് ഈ നായയുടെ അടുത്ത് ചെന്നിരുന്നു. ആ വയറ് ഒന്നാകെ തൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു തുണി കൊണ്ട് ചുറ്റി കെട്ടിയിട്ട് 2 തട്ട് കൊടുത്തു. എന്നിട്ട് മടിയിലേക്ക് എടുത്തു വെച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ നായക്കുട്ടി എഴുന്നേറ്റ് പോയി. അപ്പോഴാണ് ഈ അമ്മ ആരാണെന്ന് കന്യാകുമാരിക്കാർ അത്ഭുതപ്പെട്ടത്. അങ്ങനെയാണ് പിന്നെ അവിടെ ആളുകളുടെ ബഹളവും അടിയും ബഹളമൊക്കെ ആയി തുടങ്ങിയത്. ആ അമ്മയുടെ കൃപ ഒന്ന് പുറത്തേക്ക് വന്നുപോയി. അറിയാം, മഹാത്മാക്കൾക്ക് ആ കൃപ എപ്പോഴാണ് വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ് സാധുഗോപാലസ്വാമിക്ക് ഉണ്ടായത്. ഭാരതം കണ്ട ഏറ്റവും വലിയ വേദാന്ത ഗ്രന്ഥത്തിൻ്റെ ഉപജ്ഞാതാവായ സാധുഗോപാലസ്വാമി കൊല്ലംകോട്ടുകാരനായിരുന്നു, അരുൾമൊഴികളുടെ രചയിതാവ്. അദ്ദേഹം മായിയമ്മയുടെ അടുത്ത് ഈ കടപ്പുറത്ത് വന്നിരുന്നതാ ഒരു പൗർണമി രാവിലെ. വായിൽ മുറുക്കിയിട്ട് ആ സാധുഗോപാലസ്വാമിയുടെ മുഖത്തേക്ക് സ്ഖലിപ്പിച്ചു. 3 ദിവസം കടപ്പുറത്ത് നിർവികൽപ്പ സമാധിയിൽ കിടന്നു. ഇപ്പോഴും സാധുഗോപാലസ്വാമിയുടെ സമാധി മണ്ഡപം വട്ടിയൂർക്കാവിൽ കാണാം. അവിടെയാണ് ഹിമാലയ ഋഷീശ്വര സംഗമം വർഷാവർഷം നടക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമുണ്ട്, അതാണ് ഗംഭീരമായ അരുൾമൊഴികൾ എന്ന് പറയുന്ന ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച ഗ്രന്ഥമാണ്. വാങ്ങി വായിക്കുന്നത് അസാധാരണമായ ഒരു അനുഭൂതിയിലൂടെയുള്ള യാത്രയായിരിക്കും. അതൊക്കെ മായിയമ്മയുടെ ഡിസേബിൾസാണ്. മായിയമ്മ ഉണ്ടാവും, ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടാവും, ഈ സദസ്സിലുണ്ടാവും. സ്വച്ഛന്ത സഞ്ചാരികളാണ്. എവിടെ പോയി എന്നൊക്കെ ആളുകൾ തപ്പി നടക്കുന്നുണ്ട്. എവിടെയാണെന്ന് ആർക്കറിയാം. നമ്മളിൽ ഒരാളായി ഉണ്ടാവാം. അവർക്ക് ശരീരമില്ല, അവരങ്ങനെ നടക്കണ ചില സ്വഭാവമുള്ള ആളുകളാണ്. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒന്നും പുറകെ പോവാതിരിക്കണം നല്ലത്. നമുക്കറിയാത്ത പല കാര്യങ്ങളും ഈ പ്രപഞ്ചത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുക ആദ്യം. അന്ധവിശ്വാസം അല്ലത്. അറിയാവുന്നത് വളരെ കുറച്ചല്ലേ ഉള്ളൂ. ഇപ്പം ബ്രെയിൻ നമുക്ക് എന്താ അറിയാവുന്നത്? ഫ്രണ്ടൽ ലോബ്, പെറീറ്റൽ ലോബ്, ഓക്സിപിറ്റൽ ലോബ്, ടെമ്പറൽ ലോബ്, അമിഡിക്കുല, കോർപ്പസ് കൊളോസം കഴിഞ്ഞു. പിന്നെ V1, V2, V3, ഫ്യൂജിഫോം, ജൈറസ്. ഇതിനപ്പുറത്തേക്കൊന്നും നമുക്ക് അറിയില്ല. ആരാണ് കാണുന്നത്? കേനപ്രേഷിതെന്ന് ഉപനിഷത്ത് ചോദിക്കുന്നുണ്ട്. ഡോക്ടർ രാജശേഖരൻ നായർ സാർ, ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ന്യൂറോളജിസ്റ്റായ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഹു ആം ഐ? മക്ഡൊണാൾഡ് ക്രച്ച്ലി എന്ന് പറയുന്ന മഹാനുഭാവനായിരിക്കുന്ന മനുഷ്യനും ചോദിച്ചു ബാങ്കറ്റ് ഓഫ് ബ്രെയിനിൽ ആരാണ് കാണുന്നത്. നോമൻ അലോൺ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വിൽഡർ പെൻഫീൽഡ് ചോദിച്ചു, രമണ മഹർഷി ചോദിക്കുന്ന അതേ ചോദ്യം, ഹു ആം ഐ? അപ്പം അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്നറിയോ? നമ്മൾ സത്യം പറഞ്ഞാൽ പഠിക്കാൻ പോവാത്തതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്. കാരണം മര്യാദയ്ക്കൊന്നും പഠിക്കാത്തതുകൊണ്ട് നമുക്ക് നല്ല ധൈര്യമാണ്. അതേസമയം നമ്മൾ ന്യൂറോളജി ഒരു DM പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ ഡോക്ടേഴ്സിനെ കണ്ട എന്തൊരു വിനയാന്നറിയോ? കാരണം അവർക്കറിയാം ഇതിനൊന്നും യാതൊരു ഗ്യാരണ്ടി ഇല്ല എന്നറിയാം. ഒന്നുമില്ല, ഒരു സാധനമില്ല. നമ്മളൊക്കെ നല്ല ചങ്കൂറ്റ, കാരണം വിവരമില്ല, കാരണം നമുക്ക് യാതൊരു ധാരണയില്ല. അതുകൊണ്ടാണ് സത്യത്തിൽ അതൊരു ഭാഗ്യമാണ് കേട്ടോ. സത്യമായിട്ട് അതൊരു ഭാഗ്യമാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, നമുക്കറിയാത്ത കാര്യങ്ങളാണ് കൂടുതലുണ്ട്. അപ്പോൾ സ്വച്ഛന്തമായിട്ടുള്ള ഒരു സാമ്രാജ്യം ഈ പ്രപഞ്ചത്തിലുണ്ട്, അവധൂതന്മാരുടെ ഒരുപാട് മണ്ഡലങ്ങൾ ഈ ശ്രീവിദ്യോപാസനയിൽ നമുക്ക് രഹസ്യാത്മകമായിട്ട് ഇങ്ങനെയുള്ള മഹാതപസ്വിനികളിലൂടെ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്,
ഏകതാനതാബോധം വന്നു ഭവിച്ച ഒരാൾക്ക് മാത്രമുള്ള യോഗവിദ്യയാണ് ശ്രീവിദ്യ. അല്ലാതെ കള്ളു കുടിക്കാനും അഭിരമിക്കാനും അല്ലെങ്കിൽ തനിക്ക് അർഹയല്ലാത്ത സ്ത്രീയെ പ്രാപിക്കാനും അതിനൊക്കെ ഇപ്പോൾ ആളുകൾ പറയുന്നുണ്ട് ലതാസാധന എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ എന്താണെന്ന് കൗളാവലി നിർണയമൊക്കെ നോക്കി മനസ്സിലാക്കിക്കൊള്ളണം. അത്ര സൂക്ഷ്മമാണ്. കാരണം മഹാമായയുടെ ആ പ്രഭാവത്തിൽ പെട്ടുപോവും, എന്താ സംശയം. പക്ഷേ അപാരമായ കൃപ വേണം, ഗുരുവായൂരപ്പൻ്റെ കൃപ വേണം. കാരണം ഗുരുവായൂരപ്പൻ ആനന്ദഭൈരവ ഋഷി എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന സമ്പ്രദായം പോലെ തന്നെ മഹാവിഷ്ണു ശ്രീവിദ്യയിലെ ഒരു ഋഷി കൂടിയാണ്. ഗുരുവായൂരപ്പൻ ഒരു ഋഷിയാണ്. ശ്രീവിദ്യാ സമ്പ്രദായത്തിൻ്റെ കൗളമാർഗത്തിൻ്റെ പരമോന്നത തലമാണ് രാസക്രീഡ. ഒരാളോട് പോലും ബന്ധമില്ലാതെ പ്രപഞ്ചത്തിൽ എങ്ങനെ അഭിരമിച്ച് ജീവിക്കാം എന്നുള്ളതിൻ്റെ ഓൾട്ടേർഡ് കോൺഷ്യസ്നെസ് ആണ് ആ കാണിക്കുന്ന മയിൽപീലിയുടെ രസം എന്ന് പറയുന്നത്. ഒരാളെപ്പോലും ഗുരുവായൂരപ്പന് തൻ്റെ ജീവിതത്തിൽ ഒഴിച്ചു നിർത്തിയിട്ടില്ല, ഒരാളോടും ബന്ധമുണ്ടായിട്ടുമില്ല. അതാണ് ശ്രീവിദ്യയുടെ മാർഗം എന്ന് പറയുന്നത്. അതിനെയാണ് ഇവിടെ താപിനീ കല എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ 100 നാമങ്ങളിലൂടെ അവർ സാർത്ഥകമാക്കി കാണിച്ചു തരിക. അപ്പോൾ ആ ദേവതാ സ്വരൂപത്തിൻ്റെ ഗംഭീരമായിരിക്കുന്ന തലത്തിൽ മഹാവാരാഹി ദേവി എന്ന് പറയുന്ന ദേവി നമ്മളുടെ അഹമൃത്തിയുടെ ഖനീഭൂതമായ കോട്ടകൊത്തളങ്ങളെ പൊളിക്കുമ്പം ആ ദേവിയുടെ രഥത്തിൻ്റെ പേരാണ് കിരിചക്രരഥാരൂഢ എന്നാ പറയുക. ഇനി കിരിചക്രം എന്ന് കേൾക്കുമ്പോൾ ആരെ ഓർത്തോളണം? മഹാവാരാഹി ദേവി ഓർത്തോളണം. ഇനിയോ രാജമാതംഗി ദേവി, അതാണ് ദേവിയുടെ അടുത്ത മഹാമന്ത്രിണിയായ ദേവി. വീണയുടെ ഒത്തൻറ്റിക് ഡീലറാണ് രാജമാതംഗി ദേവി. സരസ്വതി ദേവിക്ക് അതിൻ്റെ താഴെ വരിക, അംശങ്ങൾ മാത്രമാണ്. ഗേയചക്രരഥാരൂഢ എന്ന് കേട്ടിട്ടില്ലേ? ഗേയചക്രം ആരുടേതാണ്? മാതംഗി ദേവി, തപസ്വിനിയായിട്ടുള്ള മഹാതത്വസ്വരൂപിണിയായ മഹാമന്ത്രിണിയായ അമ്മയുടെ നാമങ്ങളുണ്ട്. ലളിതാ പഞ്ചവിംശതി എന്ന് പറഞ്ഞിട്ട് ലളിതാ പഞ്ചവിംശതി എന്നുള്ള നാമങ്ങൾ ജപിച്ചാൽ തന്നെ കേമായി. അതുപോലെ തന്നെ ലളിതോപാഖ്യാനത്തിൽ മാതംഗി ദേവിയുടെ 16 നാമങ്ങളുണ്ട്. അത് ബഹുകേമായി. സർഗാത്മകതയുടെ, സംഗീതത്തിൻ്റെ, സാഹിത്യത്തിൻ്റെ ഒക്കെ അസാമാന്യ ചക്രവാളങ്ങൾ, വാക്കിനെ സ്വായത്തമാക്കാനൊക്കെ ആ നാമങ്ങൾ ജപിച്ചാൽ അത് കേമായി. അപ്പോൾ അടുത്തത് എന്താണ് പറയാണ്? നിത്യാപരാക്രമാടോപ കേട്ടില്ലേ? അടുത്തൊരു ദേവത വരാൻ പോവാണ്. അതാരത്? ഭണ്ഡപുത്ര വധൂദ്യുക്തയായിട്ട് ബാലാവിക്രമ നന്ദിത ബാലാപരമേശ്വരി വരികയാണ്. സാക്ഷാൽ ഭഗവതിയുടെ പ്രാണനാണ് ബാലാപരമേശ്വരി. ബാലാസരസ്വതി, ബാലാപരമേശ്വരി, 4 തരത്തിൽ ബാലാ പദ്ധതികളുണ്ട് ശ്രീവിദ്യയിൽ. അതിൽ ബാല എന്ന് പറയുന്നത് പരമേശ്വരിയുടെ ജീവനും പ്രാണനും തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ശ്രീവിദ്യയിലെ ആദ്യത്തെ ഒരു തുടക്കം എന്ന് പറയുന്ന തലം ഇവർ പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. ഭണ്ഡാസുരനും മറ്റും ചെയ്യുന്ന യുദ്ധത്തിൽ വിഷങ്കനെന്നും വിശുക്രനെന്നും പേരായ 2 മന്ത്രിമാർ കുടിലതന്ത്രങ്ങൾ കൊണ്ട് ദേവതകളെ ഉപദ്രവിക്കാൻ തുടങ്ങി. അപ്പോൾ എന്തു ചെയ്തു? വിഷങ്കനുണ്ടാക്കിയ ഒരു വലിയ ജയഖന യന്ത്രം കൊണ്ട് ദേവതമാരൊന്ന് ക്ഷയിച്ചപ്പം മഹാവാരാഹി ദേവിയും രാജമാതംഗി ദേവിയും ലളിതാപരമേശ്വരിയെ സമീപിച്ചു. എന്നിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെ വിഷങ്കൻ എന്ന് പേരായിട്ടുള്ള ഒരാൾ ഒരു ജയഖന യന്ത്രം കൊണ്ട് സർവനാശം സൃഷ്ടിച്ചിരിക്കുന്നു നമ്മുടെ പടയിൽ. കാമേശ്വരനും കാമേശ്വരിയും തമ്മിലൊന്ന് നോക്കി. അതാണ് ഇവിടെ പറഞ്ഞത്. കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീ ഗണേശ്വര. അങ്ങനെയാണ് ശ്രീവിദ്യയിലെ മഹാഗണപതി ഉണ്ടാവുന്നത്. ഹസ്തീന്ദ്രാനനം ഇന്ദുചൂഢമരുണച്ഛായം ത്രിനേത്രം രസാദാസൃഷ്ടം പ്രിയയാ സപത്മകതയാ സ്വാംഗസ്ഥയാ സന്തതം ബീജാപൂര ഗദാധനുസ്ത്രീശിഖയുഗ് ചക്രാബ്ജപാശോൽപലവ്രീഹ്യഗ്രസ്വവിഷാണ രത്നകലശാൻ ഹസ്തൈർവഹന്തം ഭജേ എന്ന് പറയുന്ന 28 അക്ഷരങ്ങളുള്ള മഹാഗണപതിയുടെ മൂലമന്ത്രം കൊണ്ടാണ് ശ്രീവിദ്യ. പണ്ടത്തെ സമ്പ്രദായത്തിൽ അങ്ങനെയല്ല. വടുക ഭൈരവൻ തുടങ്ങിയിട്ട് മഹാർത്ഥത്തിലേക്ക് വന്ന് മഹാഗണപതി വന്ന് ആ ക്രമമായിരുന്നു പണ്ടുണ്ടായിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം മഹാഗണപതി തൊട്ട് ആ ക്രമം പറയുക. ആ മഹാഗണപതി ഉണ്ടായത് എങ്ങനെയാണ്? കാമേശ്വരൻ്റെയും കാമേശ്വരിയുടെയും മുഖത്തിൽ നിന്ന് ഉണ്ടായ കടാക്ഷത്തിൽ നിന്നാണ് ആ ഗണേശ്വരൻ ഉണ്ടായതായിട്ട് പറയുക. അങ്ങനെ ആദ്യത്തെ 100 നാമങ്ങളെ കൊണ്ട് ബ്രഹ്മഗ്രന്ഥിയെ വിഭേദിക്കാനുള്ള
അതായത് അഹങ്കാരത്തെ ഇല്ലാതാക്കാനുള്ള വഴി സഹസ്രനാമം. ആദ്യത്തെ 100 നാമങ്ങൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആട്ടോ, വളരെ രസാവഹവുമാണ്. കോംപ്ലിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ, ബുദ്ധിക്ക് എക്സസൈസാണിത്. നല്ല രസമാണിത് പഠിക്കാൻ. എന്തൊരു സന്തോഷവും ഭാവന ഉണ്ടെങ്കിൽ വളരെ സന്തോഷമാണ്. നമ്മുടെ ഉള്ളിലിങ്ങനെ ഈ ദേവിയുടെ സ്പന്ദം അങ്ങനെ ഉണർന്നു വരും. അപ്പോൾ ആദ്യത്തെ 100 നാമം എന്ന് പറയുന്നത് താപിനി കലയാണ്. പിന്നെ 100 നാമം തുടങ്ങിയിട്ട് അടുത്ത 200ാമത്തെ നാമത്തിലേക്ക് നോക്കിക്കോളൂ, ധൂമ്രാ കല എന്ന് അതിന് പറയാം. അടുത്ത 200 നാമങ്ങൾ അത് സർവമംഗള എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കും. 300ാമത്തെ നാമം വരുമ്പോഴേക്കും മരീചി കല എന്നാ പറയുക, നാമരൂപ വിവർജിത എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തും. ഇത് മനുഷ്യനെ ഉദ്ധരിക്കുന്ന ക്രമങ്ങളാണ്. സഗുണ തത്വങ്ങളിൽ തുടങ്ങിയിട്ട് നിരാധാരയായ ദേവിയെ പരിചയപ്പെടുത്തി ഷഡ്ചക്രഭേദനം ചെയ്ത് ദേവതാസാധനകളിലൂടെ നമ്മളെ നടത്തിക്കൊണ്ടുവന്ന് ഭണ്ഡാസുരൻ എന്ന ശൂന്യക കൊട്ടാരത്തിലെ ഓരോ വികൃത വികാരങ്ങളെയും റെക്ടിഫൈ ചെയ്യാനായി അവനവൻ്റെ ഉള്ളിൽ തന്നെയുള്ള ശ്രീചക്രത്തിലെ ആ 5ഉം 4ഉം 9 ത്രികോണങ്ങൾ ഇൻട്രസെക്റ്റ് ചെയ്തുണ്ടാവുന്ന 43 44 പറയുന്ന ത്രികോണാന്തര ദീപികയായ ഭഗവതിയുടെ ആധാരചക്രങ്ങളിലൂടെയുള്ള അന്തർയാത്രകളിലൂടെ സഞ്ചരിച്ചവർ പറഞ്ഞതൊന്നും നമുക്ക് ബോധ്യമാവാതെ പോയത് അതുകൊണ്ടാണ്. കാരണം ഇതൊക്കെ മിത്താണെന്നും ഐതിഹ്യമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞുണ്ടാക്കി. ഒരിക്കലുമല്ല. എഴുത്തച്ഛൻ ശ്രീവിദ്യോപാസകനാണ്, ചട്ടമ്പി സ്വാമികൾ ശ്രീവിദ്യോപാസകനാണ്. ലോകത്തെ നയിച്ചവരെല്ലാം അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ വീണ് കെട്ടിപ്പിടിച്ച് കരഞ്ഞവരാണ്. അരവിന്ദോ സാവിത്രിയിലൂടെ, വിവേകാനന്ദൻ കാളിയിലൂടെ, സ്വാമി രാമ ശ്രീവിദ്യോപാസനയിലൂടെ, രമണ മഹർഷിയുടെ മണ്ഡപത്തിൽ മഹാമേരു ചക്രം പ്രതിഷ്ഠിച്ച ചരിത്രം നമുക്കറിയാവുന്നതാണ്. എന്തുകൊണ്ടാണ്? പ്രകൃതിയെ അതിജീവിക്കുന്ന ദേവവല്ലഭന്മാരാണ് അവരെല്ലാം. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിവരെയൊക്കെ മനസ്സിലാവാതെ പോയത്. അതുകൊണ്ടാണ് എഴുത്തച്ഛൻ മഹാഭാരതം എഴുതിയ സമയത്ത് പരാ 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 എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞു പരപര പര പര പരാ എന്ന് പറയുന്നത് കള്ളുകൂടിയന്മാരാണ്, അതുകൊണ്ട് എഴുത്തച്ഛൻ കള്ളുകൂടിയനാണെന്ന് പറഞ്ഞ ആളുകളാണ് വിഡ്ഢികളായ നമ്മൾ. പരാക്രമത്തിലേക്ക് ഉയർന്നു പോയി. ഇന്നും എഴുത്തച്ഛൻ്റെ രാമാനന്ദഗ്രഹന്മാരുണ്ട് പാലക്കാട് ചിറ്റൂർ. അവിടെ ചെന്നാൽ അറിയാം, ആത്മപാത്രവും ഗുരുപാത്രവും വിശേഷാർഘ്യപാത്രവും. കൽപ്പസൂത്രത്തിലെ വിധി അനുസരിച്ച് ശ്രീചക്ര പൂജയ്ക്ക് വലിയ സംഭാരമൊന്നും വേണ്ട. ഒരു ആത്മപാത്രം, ഒരു ഗുരുപാത്രം, ഒരു വിശേഷാർഘ്യപാത്രം, ശംഖ് വേണം തന്നെയില്ല. അങ്ങനെയാണ് അവരുടെ പദ്ധതി തന്നെ. വളരെ സിമ്പിളായിട്ട് അവർ പറയുന്നത്. കാരണം അതൊരു പൂജയല്ല. കൽപ്പസൂത്രത്തിൽ നിത്യ പൂജ ചെയ്യാനായിട്ട് ശ്രീവിദ്യോപാസന കൊണ്ട് പറയുന്ന ഭാഗത്ത് പറയുന്നത് പൂജാമന്ദിരമാഗത്യ എന്നല്ല, യാഗമന്ദിരമാഗത്യ എന്നാണ്. കാരണം ശ്രീചക്ര പൂജയാണ് ആദ്യത്തെ യാഗം. രണ്ടാമത്തെ യാഗം ഏതാണ്? ശ്രീചക്രത്തിൻ്റെ 2ാമത്തെ സ്ക്വയർ, എളുപ്പത്തിന് വേണ്ടി പറയാം കേട്ടോ. അതിൽ കാണുന്ന അഷ്ടമാതൃക്കളുണ്ട്. സപ്തമാതൃക്കളെ ശ്രീവിദ്യയിൽ വരുമ്പോൾ അഷ്ടമാതൃക്കളാവും. അഷ്ടമാതൃക്കളെ യോഗിനി സേവിതയായ ഭഗവതിയിൽ ചതുഷ്ടി ഉപചാരാഢ്യ എന്ന് നമ്മൾ പറയില്ല, അതുപോലെ തന്നെ ചതുഷ്ടി കോടി യോഗിനീഗണ സേവിത, 64 കോടി യോഗിനികൾ അവിടെ ഭരിക്കുന്നുണ്ട്. ആ അഷ്ടമാതൃക്കളെ ഉപാസിക്കുന്നതാണ് 2ാമത്തെ യാഗം. 3ാമത്തെ യാഗം എന്ന് പറയുന്നത് ഭാവനോപനിഷത്തിൻ്റെ പ്രയോഗവിധിയാണ്. 4ാമത്തെ യാഗമാണ് സാക്ഷാൽ ലളിത മഹായാഗം. 5ാമത്തെ യാഗം ശിവായാഗമാണ്, അത് രഹസ്യോക്തവുമാണ്. അപ്പം ഇങ്ങനെ പദ്ധതികൾ വേറെയുണ്ട്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതുമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവരൊന്നും മനസ്സിലാവാതെ പോയത്. പണ്ടൊരാൾ ഇതുപോലെ പോയതാണ്. വിന്ധ്യാചലത്തിൻ്റെ താഴ്വാരങ്ങളിൽ ദേവീ മഹാത്മ്യത്തിൻ്റെ അന്തരംഗാനുഭൂതിയിലൂടെ സഞ്ചരിച്ചു പോയ ഒരാൾ താൻ നടന്നു പോയ വഴിത്താരകളിൽ താൻ ഉപാസിച്ചവയെല്ലാം തൻ്റെ ചക്രങ്ങളായി, തൻ്റെ കൽപ്പങ്ങളായി, തൻ്റെ ബോധമായി, തൻ്റെ പരിണാമങ്ങളായി കണ്ട് അയാൾ ഉപാസിച്ചു പോയ വസ്തുക്കളെയെല്ലാം തന്നെ ശ്രീചക്രത്തിൻ്റെ ആന്തരിക ബോധായനങ്ങളിലൂടെ യാത്ര ചെയ്തപ്പോൾ, ഹിമാലയത്തിൻ്റെ പ്രാന്തങ്ങളിലൂടെ പോയപ്പോൾ അയാൾ കണ്ടു താൻ ഉപാസിച്ച മണ്ഡലങ്ങൾ അത്രയും ഹിമവാന്റെ പാർശ്വങ്ങളിൽ ത്രികോണമായിട്ടും ഉപചാരങ്ങളായിട്ടും യന്ത്രമന്ത്രാത്മികയായ ദേവിയിൽ താൻ കണ്ടതെല്ലാം തൻ്റെ ആധാരചക്രങ്ങളായിരിക്കുന്ന മൂലാധാരം തുടങ്ങിയിട്ട് മണിരംഗവും അതിനതീതമായിരിക്കുന്ന ലലനാചക്രവും ഒക്കെ സാക്ഷാത്കാരത്തിൻ്റെ അനുഭൂതികളായി കണ്ട്
അയാൾ പോയപ്പോൾ രേവാനദിയുടെ മനോഹരമായിരിക്കുന്ന കണങ്ങൾ തൻ്റെ ഉള്ളിലൂടെ താമര നൂലിഴ പോലെ കനിഞ്ഞിറങ്ങുന്ന കുണ്ടലിനി എന്നൊക്കെ കാവ്യഭാഷയിൽ പറയുന്ന പ്രാണശക്തിയുടെ മനോഹരമായിരിക്കുന്ന അന്തർധാരയാണെന്നും അത് ഹിമവാന്റെ പാദങ്ങളിൽ തട്ടിച്ചിതറി ഹിമഗംഗയായി മാറുമ്പോൾ വിന്ധ്യൻ്റെ താഴ്വാരങ്ങളിൽ നിന്ന് താൻ ആർജിച്ച് സർവ്വസംക്ഷോഭണിയും സർവ്വവിദ്രാവണിയും സർവാകർഷണീയമായിരിക്കുന്ന ദേവിയുടെ അസാധാരണമായിരിക്കുന്ന വാഗ്വിലാസങ്ങൾ അക്ഷരങ്ങളായി തൻ്റെ ഉള്ളിൽ അഗ്നി കൊളുത്തിയപ്പോൾ അയാൾ എഴുതിയതെല്ലാം ദീപശിഖ കൊണ്ട് വായിക്കേണ്ടി വന്നു. അയാളെ വിളിച്ച പേരാണ് ദീപശിഖ കാളിദാസൻ. നമ്മൾ മനസ്സിലാക്കിയത് ഏതോ ഒരാൾ ആട് മേയ്ക്കാൻ പോയതും അവിടെ ഇവിടെയും കറങ്ങി നടന്നതും അജം എന്ന് പറയുന്നത് ജന്മമില്ലാത്ത അവസ്ഥയാണെന്ന് നാം കണ്ടില്ല. ദക്ഷയാഗത്തിലെ അജവും ദക്ഷനെ ആടിൻ്റെ തലയുള്ളവനാക്കി മാറ്റിയതും ജന്മരാഹിത്യത്തിൻ്റെ മേഖലകളിലേക്കാണെന്ന് നാം കണ്ടില്ല. നാം പോയതെല്ലാം പുറമ്പോക്കുകളിലൂടെ മാത്രമാണ് ഇപ്പോഴും സഞ്ചരിക്കുന്നവ. തന്ത്രത്തിൻ്റെ ചാഞ്ചുല്യമാനമായ ഒരു അന്തരീക്ഷം വേറെ ഉണ്ട്. അതൊരു പാരലൽ വേൾഡ് ഒന്നുമല്ല, റിയാലിറ്റിയാണത്. അതൊരു ബ്ലാക്ക് മാജിക്കിൻ്റെ വേൾഡല്ല, അത് കോൺഷ്യസ്നെസ്സിൻ്റെ റിയാലിറ്റിയാണ്. അവിടെയാണ് ദേഹസ്ഥദേവതാ ചക്ര സ്തോത്രത്തിലൊക്കെ അഭിനവഗുപ്ത പാദാചാര്യരെ പോലുള്ള മഹാമനീഷികൾ ബുദ്ധി കൊണ്ട് അമ്മാനമാടിയവർ അമ്മേന്ന് വിളിക്കുമ്പോൾ കരഞ്ഞ് നിലവിളിച്ച് ആ പാദങ്ങളിൽ നമസ്കരിക്കുന്നത്. അതാണ് മരീചി കലയിലേക്ക് നമ്മളെ എത്തിക്കുന്ന സമയത്ത് നാമരൂപ വിവർജിതയായ ഭഗവതി പിന്നീട് 400ാമത്തെ നാമം വരുമ്പോഴേക്കും അതിന് പറയുന്നത് ജ്വാലിനി കല എന്നാണ്. വ്യാപിനി എന്ന ശബ്ദത്തിലേക്ക് നമ്മളെ എത്തിക്കും. നിത്യക്ലിന്നയായി, പ്രഭാവതിയായി, പ്രഭാരൂപയായി, കാമപൂജിതയായി, ജാലന്ധര പീഠത്തിൽ പൂജിതയായ ദേവി പിന്നീട് രുചികലയായി വരും. പിന്നീടാണ് നമ്മൾ ശരീരത്തിനെ അറിയുക. അതാണ് രക്തവർണ്ണ, മാംസനിഷ്ഠ, ഗുഢാന്നപ്രീത മാനസ, ലാക്കിന്യംബ. പിന്നീട് നമ്മൾ കാണുന്നതെല്ലാം രക്തത്തിൻ്റെയും മാംസത്തിൻ്റെയും എല്ലാം അധിഷ്ഠാന ദേവതകളെയാണ് പിന്നീട് നമ്മൾ അതിൽ കാണുക. അതാണ് പിന്നീട് നമ്മൾ പറയുക മൂലാധാരാംബുജാരൂഢ, അതുപോലെ തന്നെ അസ്ഥി സംസ്ഥിത, അതൊക്കെ ശരീരത്തിൻ്റെ വർണ്ണനകളാണ് പിന്നെ കാണുക. ഗുഢാന്നപ്രീത മാനസ, ഗുഢാന്നം. അതുപോലെ തന്നെ ദധ്യന്നാസക്ത ചിത്തഹൃദയ എന്നൊക്കെ പറഞ്ഞാൽ ദധി എന്ന് പറഞ്ഞാൽ ദധി കൂട്ടിക്കുഴച്ച അന്നം എന്നാണ്. തൈര് കൂട്ടിക്കുഴച്ച അന്നം. ഹരിദ്രാന്നേക രസിക, അതെന്താണിത്? മഞ്ഞൾ കൂട്ടിക്കുഴച്ച അന്നം. അപ്പം ഇത് യഥാർത്ഥത്തിൽ ശരീരശാസ്ത്ര വർണ്ണന കൂടിയാണ്. അവിടെ നിന്നാണ് പിന്നീട് രുചികലയിലൂടെ വന്നിട്ട് സുഷുമ്ന കലയിലേക്ക് വരുമ്പോഴാണ് ദൈത്യഹന്ത്രിയായി ദക്ഷയജ്ഞ വിനാശിനി എന്ന് പറഞ്ഞിട്ട് 600ാമത്തെ നാമം വരുമ്പോഴേക്കും ഭഗവതി എവിടെ എത്തും? ദക്ഷൻ എന്ന സമർത്ഥനായ നമ്മളുടെ ജീവനെ ഹനിക്കുന്ന തലത്തിലേക്ക് നമ്മളെ ഉയർത്തും. അത് കഴിയുമ്പോഴാണ് പിന്നെ 700ാമത്തെ നാമം സച്ചിദാനന്ദ രൂപിണിയായി മാറുമ്പം ഭോഗതാകല എന്ന് പറയുന്ന തലത്തിലേക്ക് ഉയർത്തും. 800ാമത്തെ നാമം വരുമ്പോഴേക്കും രസശേവധി എന്നാണ് വിശ്വാകലയായി, പുഷ്കരയായി, പൂജ്യയായി, പുരാതനയായി, പാശഹന്ത്രിയായി, പാശങ്ങളെ അറുത്ത് ഭണ്ഡാസുര വധോദ്യുക്തയായ ദേവിയുടെ വിലാസം അവിടെ കാണും. അത് കഴിഞ്ഞാൽ പിന്നീട് ബോധിനി കലയിലൂടെ ആ ദേവി നമ്മളെ ശിവശക്തിക്ക് രൂപിണി എന്ന ഭാവത്തിൽ അനുഗ്രഹിക്കാൻ കാരണക്കാരിയാവും. അപ്പം ഇതൊരു യാത്രയാണ്. ഭണ്ഡാസുര വധോദ്യുക്തയായ ദേവി പടിപടിയായി ആധാരചക്രങ്ങളെ ഭേദിച്ച് ഓരോ ദേവതോപാസനകൾ ചെയ്ത് 10 കലകളായി ആ കലകളിലൂടെ നമ്മളെ ഉദ്ധരിച്ച്, അതാണ് ഇടയ്ക്ക് പറയുക കേട്ടില്ലേ, രുദ്രഗ്രന്ഥി വിഭേദിനി തടില്ലത സമരുചി ഷക്രോപരി സംസ്ഥിത എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയും, ചിന്തിക്കും. എന്നിട്ട് എന്താ അവസാനം പറയുക? സുധാസാരാഭിവർഷിണി, അമൃതവർഷണത്തിൻ്റെ കലകളായി ഭഗവതി നമ്മളിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് വേണ്ട ഒറ്റ കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടതുള്ളൂ. എന്താണ്? അമ്മയോട് പ്രാർത്ഥിക്കുമ്പം അത് സഹസ്രനാമാവട്ടെ, ഭാഗവതാവട്ടെ, എന്താവട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാനുള്ള എന്താ? അവിടുത്തെ അപാരമായിട്ടുള്ള കൃപ, അപാരമായിട്ടുള്ള ആ കാരുണ്യം, അഹങ്കാരമില്ലാണ്ടിരിക്കാനായിട്ട് നമ്മളെ അനുഗ്രഹിക്കുക എന്ന് മാത്രമേ പ്രാർത്ഥിക്കേണ്ടതുള്ളൂ. ശാസ്ത്രം, പാണ്ഡിത്യം, ഇതൊക്കെ അതിൻ്റെ താഴെ മാത്രമാണ്. അപ്പം ഒറ്റ കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഉണ്ടാവുക. അതാണ് ഇപ്പോൾ പലർക്കും ഇല്ലാത്തത്. ഉത്തരവാദിത്തമില്ലാത്തൊരു തലമുറ വരുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് നിന്നാലും ഗുരുവായൂരപ്പൻ എന്താ ചെയ്യുക? അതാണ് നമ്മൾ ഗുരുവായൂരൊക്കെ കണ്ടിട്ടുണ്ട് പല ആളുകളുടെയും കഥ. ഗുരുവായൂരപ്പൻ്റെ
ആ പാതാരവിന്ദങ്ങളിൽ വന്ന് സറണ്ടറായിട്ടുള്ള ഒരുപാട് പേരുടെ കഥ. അപ്പം ഞാനിപ്പോൾ രാവിലെ ഗുരുവായൂർ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ വിചാരിക്കുക, ഇത്രയും ആളുകൾ ഇങ്ങനെ ഗുരുവായൂരപ്പനെ കാണാനായിട്ട് നിൽക്കണ ആളുകളുടെ മുഖത്തേക്കൊന്ന് നോക്കൂ, ആർക്കും സന്തോഷമില്ല. ഇതെന്തോ ഒരു വലിയ ഭാരം എടുത്ത് തലയിൽ വെച്ച മാതിരി ഇങ്ങനെ നിൽക്കുക. കാരണം ഈ ക്യൂ വിഷമിപ്പിക്കുകയാണ് ആളുകളെ. സത്യത്തിൽ നമ്മൾ തിരിച്ച് ചിന്തിക്കാൻ എന്താ പറ്റാത്തത്? ഗുരുവായൂരപ്പൻ എന്നെ കാണാനൊരു ഇഷ്ടം കൊണ്ടാണ് ഇവിടെ നിർത്തിയേക്കണമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഇപ്പം നമ്മളിപ്പോൾ പണ്ടൊക്കെ കൂട്ടുകാരുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ വീട്ടിലൊക്കെ ഇപ്പം ആരും വിരുന്നൊന്നും പോകാറില്ല. പോയാൽ തന്നെ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അണുകുടുംബങ്ങളാവുകയും ചെയ്തു. പണ്ട് അങ്ങനെയല്ല. മാമൻ്റെ മക്കളൊക്കെ വരുമ്പം നമ്മൾ ആദ്യം ചോദിക്കണം, എന്താ എടാ നീ ഈ ആഴ്ച പോവില്ലല്ലോ, വേണമെങ്കിൽ അവൻ്റെ കയ്യൊക്കെ ഓടിച്ച് അവിടെ ഇടും. കാരണം എന്താ, അവൻ പോകാൻ പാടില്ല. അപ്പം ഗുരുവായൂരപ്പന് നമ്മളെ കാണാനുള്ള ഇഷ്ടം കൊണ്ടാണ് അവിടെ നിർത്തിയേക്കണതെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഭഗവാന് നമ്മളെ കാണാനുള്ള ഇഷ്ടം കൊണ്ട് നമ്മൾ പിടിച്ച് നിർത്തിയേക്ക. എല്ലാവരെയും കാണുന്നുണ്ട് ഭഗവാൻ, ഭഗവതി കാണുന്നുണ്ട്. നമ്മൾ ഗുരുവായൂരമ്പലത്തിനകത്ത് എന്താണ്ട് മണിസ്വാമിക്കൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം, എത്ര അടിച്ചു വാരിയാലും എത്ര വൃത്തിയാക്കിയാലും അവിടെ നിന്ന് പോവാത്തൊരു വസ്തുണ്ട്. ശ്രീകോവിലിൻ്റെ വാതുക്കലോ എഴുന്നള്ളിക്കുന്നതിൻ്റെ അവിടെയോ കൊടിമരത്തിൻ്റെ അവിടെയോ ഒക്കെ പോയി നോക്കിയാൽ ഒരു സാധനം കിടക്കും, കുന്നിക്കുരു. അത് ഗുരുവായൂരപ്പൻ്റെ കുന്നിക്കുരുവാണോ കുന്നിക്കുരുവിൻ്റെ ഗുരുവായൂരപ്പനാണോ എന്ന് നമ്മൾ ആശങ്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെ കണ്ണുനീരിൽ കുതിർന്നൊരു കുഞ്ഞുലക്ഷ്മിയുടെ കഥയുണ്ട് അതിൻ്റെ പിന്നിൽ. കുരു അവിടെ ചിതറിക്കിടക്കുന്നതിൻ്റെ പിന്നിൽ അതൊരു ആർദ്രമായ കഥയാണത്. അഹോ, അത് പറയാൻ നമുക്ക് ശക്തി ഇല്ലാണ്ട് പോകും, ഇപ്പം സമയമില്ല അതിന്. അപ്പം അങ്ങനെയുള്ള ആ കുന്നിക്കുരു പോലെ ആയാൽ മതി. അതായത് എല്ലാം ചേർന്ന് ലയിക്കുന്ന രണ്ട് കുഞ്ഞിക്കാലുകളിൽ ചെന്ന് ലയിക്കണമെന്ന അസാധാരണമായ പ്രാർത്ഥനയിൽ ചുവന്നു തുടുത്തിരിക്കുന്ന ആ കുന്നിക്കുരുവിനെ പോലെ ഭഗവാനിൽ ചേരാൻ പറ്റിയില്ലല്ലോ ഇത്രയും കാലം ഗുരുവായൂരപ്പ എന്ന വേദനയുടെ കറുത്ത പൊട്ട് ചാർത്തിക്കൊണ്ട് നടക്കുന്ന കുന്നിക്കുരു പോലെ. മഞ്ജുളാലിൻ്റെ അടുത്ത് നിന്നാൽ മതിയെന്നേ, കൊടിമരത്തിൻ്റെ അവിടെ അടുത്ത് നിന്നാൽ മതി, പെരുന്തട്ടയിൽ ഇവിടെ മഹാദേവൻ്റെ മുമ്പിൽ നിന്നാൽ മതി, ഗുരുവായൂരപ്പനെ തന്നെയാണ് നമ്മൾ കാണുക. ആ ബോധം നമ്മളിലേക്ക് എന്ന് വരുന്നുവോ അപ്പോൾ ഇത് നേരെയുള്ളൂ. കാരണം ആത്മസമർപ്പണം എന്ന് അതിന് പറയുക. കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കായിട്ട് എന്താ ഉള്ളത്? ഒന്നുമില്ല നമ്മുടെ കയ്യിൽ. ഭഗവാന്റെ കൃപയാണ് വേണ്ടത്. അതാണ് ഭഗവാൻ തന്നെ ഇപ്പം ഈ സത്രം തന്നെ വലിച്ച് പിടിച്ച് പെരുന്തട്ട മഹാദേവനും ഗുരുവായൂരപ്പനും കൂടെ ഇങ്ങോട്ട് വാ, ഇവിടെ വെച്ച് ഞങ്ങൾക്കൊന്ന് കേൾക്കട്ടെ, കുറേ കാലമായില്ലേ ഞാൻ കേട്ടിട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടേക്ക് കൊണ്ടുവന്ന്, അത് ഭഗവാന്റെ കാരുണ്യമാണ്. അതുകൊണ്ട് എന്ത് പറ്റി ആലോചിച്ച് നോക്കൂ, ഞങ്ങളെ മാതിരിയുള്ള ദൂരെ കിടക്കുന്ന ആളുകൾക്കൊക്കെ ഗുരുവായൂർ വന്ന് തൊഴാൻ പറ്റിയില്ലേ? ഇപ്പം മണിസ്വാമിക്കൊക്കെ ആണെങ്കിൽ എല്ലാ ദിവസവും ഗുരുവായൂർ തൊഴാൻ പറ്റും, അല്ലെങ്കിൽ നാരായണ സ്വാമിക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഗുരുവായൂർ വരാം. ഞങ്ങളെ മാതിരിയുള്ള ആളുകൾക്ക് ഗുരുവായൂരപ്പൻ തന്ന കൃപയാണ്. അവിടെ നോക്കിയാൽ വരിക. അപ്പം നിങ്ങൾ ഇവിടെ ഈ പ്രദേശത്തുകാർക്ക് രുദ്രൻ നടക്കുന്നതിന് മുൻപ് ഒരു ആവർത്തി അങ്ങോട്ട് ഈ ഭാഗവതം കേൾക്കാൻ ഭഗവാൻ അങ്ങോട്ട് തീരുമാനിച്ചു എന്ന് കൂട്ടുക. അതാണ് വേണ്ടത്. അപ്പം ആത്മസമർപ്പണമാണ് നമുക്ക് വേണ്ടത്. അതാണ് നമ്മൾ കേട്ടില്ലേ മല്ലിശ്ശേരി തിരുമേനിയുടെ കഥ. അദ്ദേഹം ഈ മുണ്ട് കൊടുക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ഏർപ്പാട്. അപ്പം അദ്ദേഹം വിഷുവിൻ്റെ തലേ ദിവസം മുണ്ട്, കഴിവുള്ള ആളൊന്നും ആയിരുന്നില്ല അദ്ദേഹം, സാധാരണക്കാരനായിരുന്നു, പണ്ടത്തെ കാലല്ലേ. അപ്പം അദ്ദേഹം ചില മുണ്ടൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും, അത് അവിടെയൊക്കെ കൊടുക്കും. ഒരു പ്രാവശ്യം അദ്ദേഹത്തിന് വിഷമായി. കാരണം എന്താ അറിയോ, അദ്ദേഹത്തിൻ്റെ ഉണ്ണിയുടെ പൂണൂൽ കല്യാണം കഴിഞ്ഞ സമയത്ത് കുറച്ചധികം സാമ്പത്തിക വിഷമം വന്നപ്പം അദ്ദേഹത്തിന് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പറഞ്ഞു, ഗുരുവായൂരപ്പ എനിക്ക് അത്ര മുണ്ട് വാങ്ങാനുള്ള കഴിവില്ല, അങ്ങ് എന്നെ അപമാനിക്കരുത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വിഷുവിൻ്റെ തലേ ദിവസം രാവിലെ കൊടുക്കുന്നത് വൈകുന്നേരം ആക്കി. വൈകുന്നേരം എല്ലാവരും ഒക്കെ മുണ്ടൊക്കെ വാങ്ങിപ്പോയി. പക്ഷേ അവസാനം തൻ്റെ മകൻ പിറ്റേ ദിവസം രാവിലെ ഈ ഉണ്ണികൾക്ക് പുതിയ മുണ്ടെടുത്ത് ഗുരുവായൂരപ്പനെ ഉപനയനം കഴിഞ്ഞ് ഉണ്ണികൾ തൊഴണം എന്നൊരു നിയമമുണ്ട് അവിടെ. അതിനു വേണ്ടി ഒരു ചെറിയ കരയുടെ ഒരു മുണ്ട് കക്ഷത്ത് ഇടുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ കൊടുത്തു, എല്ലാം കഴിഞ്ഞു പോയി. അവസാനം പരിക്കൊന്നും ഇല്ലാണ്ട് ഇതൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ ഒരു മിടുക്കൻ ഒരു ഉണ്ണി ഓടി വന്നിട്ട് ചോദിച്ചു, മല്ലിശ്ശേരി എൻ്റെ മുണ്ട് എവിടെ എന്ന് ചോദിച്ചു എന്നാണ്. അപ്പം മല്ലിശ്ശേരി പറഞ്ഞു, അയ്യോ മുണ്ട് ഇല്ലല്ലോ. ആഹാ, മല്ലിശ്ശേരി ഇല്ലത്തുള്ളവർ കള്ളം പറയാൻ തുടങ്ങിയില്ലേ, അപ്പോൾ ഈ കക്ഷത്തിരിക്കണം എന്താ മുണ്ടല്ലേന്ന് ചോദിച്ചു. മല്ലിശ്ശേരി പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട്, അയ്യോ എന്നോട് ക്ഷമിക്കണം, ഞാനത് കണ്ടില്ല കേട്ടില്ല എന്നൊന്നും പറയണില്ല, എൻ്റെ ഉണ്ണിക്കുള്ള മുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അതങ്ങോട്ട് കൊടുത്തു. പക്ഷേ ആ അച്ഛൻ കരഞ്ഞുകൊണ്ടാണ് ചെന്നത്. ഇത്രയേറെ മുണ്ട് കൊടുത്തിട്ടും വിഷുവിൻ്റെ നാൾ
എൻ്റെ ഉണ്ണിക്ക് നാളെ ഒരു കോറത്തൂടെ ചുറ്റിക്കൊണ്ട് ഗുരുവായൂരപ്പനെ കാണാൻ പോകണല്ലോ എന്നുള്ള വിഷമം കൊണ്ട് അവിടെ ചെന്നപ്പോൾ ആ അമ്മയും മകനും പറഞ്ഞു, അച്ഛൻ എന്തിനാ അച്ഛൻ വിഷമിക്കണേ, ആ കുട്ടി സന്തോഷിച്ചോട്ടെ, എനിക്കിപ്പോൾ അങ്ങനെ വിഷമമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പ്രഭാതത്തിൽ അങ്ങോട്ട് തൊഴാൻ ചെന്നപ്പം മേശാന്തി നടയങ്ങോട്ട് തുറന്ന് ചാടി തിരിച്ചിറങ്ങിയെന്നാണ്. കാരണം നിർമാല്യം ആരേണ്ടി വന്നില്ല, കുളിപ്പിക്കേണ്ടി വന്നില്ല, വാകച്ചാർത്ത് വന്നില്ല. വിഷുവിൻ്റെ നാൾ മല്ലിശ്ശേരിയുടെ കയ്യിലുണ്ടായിരുന്നൊരു ചെറിയ നീലക്കരയുടെ മുണ്ട് ഗുരുവായൂരപ്പൻ്റെ ആ തിരുമാറിലങ്ങനെ ചാർത്തപ്പെട്ട് ഇതാർക്കും ഞാൻ കൊടുക്കില്ല പറഞ്ഞിട്ട് പിടിച്ചു നിൽക്കണമെന്ന് ഇപ്പം അങ്ങോട്ട് കണ്ടു. അതാണ് ഗുരുവായൂരപ്പൻ. ഇത് കൊടുക്കാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ ഗുരുവായൂരപ്പൻ അങ്ങോട്ട് കൊടുക്കുക നമ്മളെ തന്നെ. അതാണ് ശിവശക്തിക്ക് രൂപിണീ ലളിതാംബിക. അതൊന്നും തന്നെയാണ് ഇതൊക്കെ. അതേ ബോധത്തിൽ പ്രവർത്തിക്കാൻ പെരുന്തട്ട മഹാദേവൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇവിടെ ഈ വേദിയിൽ വന്നിരിക്കാൻ ഭഗവാൻ അനുഗ്രഹിച്ചു. നമ്മളെല്ലാവരെയും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഭഗവാൻ പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇതുവരെ ലളിതാ സഹസ്രനാമ വ്യാഖ്യാനം